കർത്താവിനോടൊപ്പം ജീവിതത്തിൽ നിങ്ങൾ പറന്നുയരും. എത്ര താമസിച്ചാലും ദൈവത്തിന്റെ വലിയ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം വലിയൊരു സാക്ഷ്യമായി തീരും. കർത്താവ് ഇന്ന് എന്നെ കേൾക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിൽ വ്യക്തമായി ഇടപെടുവാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് തീരാറായി. കുറെ നാളായല്ലേ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ. ദൈവം നിങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട്. ഇനി മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾ കൈവടിയരുതേ. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ച് ഇനിയൊന്നുമില്ല എന്നൊക്കെ ഓർത്തെല്ലാം കൈവിടിഞ്ഞെന്നൊക്കെ ഓർത്തിരിക്കുവാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ശക്തി ഇന്ന് ഉയർന്നു വരുന്നുണ്ട്. ആ ശക്തി നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ കൈവിടിയരുത്, നിങ്ങൾ ഉപേക്ഷിക്കരുത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി നിരാശപ്പെടുകയില്ല. യെശയ്യാ 40:31 നമ്മളത് കാണും. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നിങ്ങളിൽ യാതൊരു പ്രതീക്ഷയും കാണില്ല. നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് നിങ്ങളിൽ യാതൊരു പ്രതീക്ഷയും ഇല്ലായിരിക്കാം. ശദ്രക് മേശക് അബേദ്നെഗോ 3 ബാലകന്മാർ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അവരെക്കുറിച്ച് ആർക്കും ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. എന്നാൽ നീതിമാന്മാരായ അവരോടൊപ്പം 4-മനായി കർത്താവായ ദൈവം ഈശോ ഇറങ്ങി വന്നു നിന്നതുപോലെ ഇന്ന് നിന്റെ അരികിലേക്ക് ദൈവം കടന്നു വരികയാണ്. കഴുകന്മാരെ പോലെ നിന്നെ ചിറകടിച്ച് ഉയർത്തുന്നതിന് വേണ്ടി നിന്റെ ഉള്ളിൽ അവിടുത്തെ ശക്തിയെ അവിടുന്ന്, നിന്റെ ഉള്ളിൽ തന്നെ ആ ശക്തി ഇരിപ്പുണ്ട്. നിന്റെ ഉള്ളിലേക്ക് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ അവിടുന്ന് ഒന്ന് ജ്വലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. യെശയ്യാ 40:31 നമ്മൾ കാണുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. കർത്താവിൽ ആശ്രയിക്കുന്നു. പ്രതീക്ഷകൾ, നിങ്ങൾക്ക് ചിലപ്പോൾ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചതുപോലെ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് കർത്താവിൽ ആശ്രയിക്കുക. കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ വീണ്ടും ശക്തി പ്രാപിക്കും. നിങ്ങളുടെ ഉള്ളിൽ വലിയൊരു ശക്തി ഇപ്പോൾ കടന്നു വരികയാണ്. യെസ്, നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് തീരാറായി. ദൈവം നിങ്ങളെ ഉയർത്തുവാൻ വേണ്ടി പോവുകയാണ്, അനുഗ്രഹിക്കുവാൻ വേണ്ടി. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. നിങ്ങൾ സ്വപ്നം കാണുന്നത് എന്താണോ അത് നടക്കുന്നതോ ഒന്ന് മനസ്സിൽ കണ്ടേ. എന്നിട്ട് നിങ്ങളുടെ കൂടെയുള്ള ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ച് ആ സ്വപ്നത്തിലേക്ക് നിങ്ങൾ പറന്നുയരുന്നതൊന്ന് കണ്ടേ. ഞാൻ വീണ്ടും പറഞ്ഞു, എത്ര താമസിച്ചാലും ദൈവത്തിന്റെ ഇടപെടൽ അത് നടക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് വലിയൊരു സാക്ഷ്യത്തിന് കാരണമായി തീരും. അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ ഇങ്ങനെ കാണുന്ന, അവർ ഓടിയാലും, യെശയ്യാ 40:31 ഞാൻ വായിക്കുന്നത് കേട്ടോ, അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. ഓടിയാൽ ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. കാരണം അവർ കർത്താവ് ഈശോയുമായിട്ട് റൂട്ടഡാണ്. ഈശോ പറഞ്ഞില്ലേ, ജെറമ്യാ പ്രവാചകനിലൂടെ ഇപ്രകാരം പറഞ്ഞു, അവർ ആറ്റരികത്ത് നട്ട വൃക്ഷമാണ്, അതിന് വേര് വെള്ളത്തിലേക്ക് ഊന്നിയിരിക്കുന്നു. യു ആർ റൂട്ടഡ്, യു ആർ എ ട്രീ ദാറ്റ് പ്ലാന്റഡ് നിയർ ബൈ ദ വാട്ടേഴ്സ്. ഈശോ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. ഇന്നത്തെ ദിവസം നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കടന്നു വരും. കൊളോസസ് ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു പോകാം. ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ നിരവധിയായ ദൈവിക ഇടപെടൽ കടന്നു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കർത്താവിന്റെ വലിയ ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീരും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും. കൊളോസസ് ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, കൊളോസസ് ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം എന്താണ്? 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഈശോയുണ്ട്. 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുകയാണ്, അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു. അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു. അവൻ എന്നിൽ, ആരാണ് ഈ അവൻ? ഈശോ, ക്രിസ്തു. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കൊരു ആത്മാവുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാവിനെ സ്നേഹിക്കുന്ന മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു എവിടെയിരിക്കുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നുണ്ട്. ആ നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ ദൈവം ഉണർത്തുകയാണ്. അപ്പോസ്തലൻ പറയുകയാണ്, അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു. അപ്പൊ എവിടുന്ന പവർ വരുന്നത്? എവിടുന്ന ശക്തി വരുന്നത്? ശക്തി വരുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ ആത്മാവിലേക്ക് ശക്തി കടന്നു വരികയാണ്. അപ്പോൾ യെശയ്യാ 40:31 നമ്മൾ കാണുന്നത് എന്താ? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ആ ശക്തി എവിടുന്നാ വരുന്നത്?
ശക്തി വരുന്നത് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഈശോയിൽ നിന്ന്. ആ ഈശോ നിങ്ങളുടെ ആത്മാവിൽ ശക്തി പകരുകയാണ്. ഹല്ലേലൂയ. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരുവാൻ നിങ്ങളെ സഹായിക്കുന്ന വലിയൊരു ശക്തിയുടെ സ്രോതസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ആ ശക്തിയുടെ സ്രോതസ് ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോഴും, പള്ളിയിൽ പോകുമ്പോഴും, ദിവികാര ചാപ്പലിൽ പോകുമ്പോഴും, കൊന്ത ചെല്ലുമ്പോഴും, ഓരോ പ്രാർത്ഥനകൾ ചെല്ലുമ്പോഴും ഈ ഒരു ആക്ടിവേഷനാണ് അവിടെ സംഭവിക്കുന്നത്. പണ്ട് വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയ ഇന്ത്യയുടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ പ്രസിഡന്റാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം, അല്ലെ? അത് APJ അബ്ദുൽ കലാം സാർ പറഞ്ഞ ഒരു പ്രസംഗത്തിൽ ഇപ്രകാരം അദ്ദേഹം പറഞ്ഞു, വിങ്സ് ഓഫ് ഫയർ എന്ന് പറഞ്ഞ ബുക്ക് എഴുതുന്ന സമയത്ത് നിരന്തരമായി ദിവികാരുടെ ചാപ്പലുകളിൽ പോകുമായിരുന്നു. ആ ചാപ്പലുകളിൽ ഇരിക്കുമ്പോഴത്തേക്കും ഉള്ളിൽ വലിയൊരു ശക്തി വന്ന് നിറയുമെന്ന് പറയും. ബാംഗ്ലൂരുള്ള ദിവികാരൻ CMAയുടെ ദിവികാരന് ഷ്രൈനില്, ഡിവൈൻ മേഴ്സി ഷ്രൈനില്, ദിവികാരന് ബ്ലസ്സഡ് സാക്രമെന്റ് എക്സ്പോസ്ഡ് ആയിട്ടിരിക്കുന്ന ആ സ്ഥലത്ത് ദിവികാരന് ചാപ്പലിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഉള്ളിൽ വലിയൊരു ശക്തി അങ്ങ് ഉണരുകയാണ്. അതിനാണ് ഇവിടെ അപ്പസ്തലൻ പറയുന്നത്, അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു. ആ നിശബ്ദതയിൽ, ആ ഒരു എന്താ പറയുന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിനകത്ത് ഉള്ളിൽ വലിയൊരു ശക്തി അങ്ങ് ഉണരുകയാണ്. ആ ഒരു ബുക്ക് എഴുതുവാനുള്ള പ്രചോദനം കിട്ടുക, ഇന്ത്യയെക്കുറിച്ച് ഒരു ഫ്യൂച്ചർ കാണുകയാണ്, യുവാക്കളെക്കുറിച്ച് ഒരു ഫ്യൂച്ചർ കാണുകയാണ്. അങ്ങനെ ഒരു ഡ്രീം കർത്താവ് ഉള്ളിൽ കൊടുക്കുകയാണ്. അന്ന് സാഹചര്യങ്ങളൊക്കെ വിപരീതമായി നിൽക്കുകയാണ്. അങ്ങനെ ഒരു ബുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർ ഉൾക്കൊള്ളുമെന്ന് പോലും അറിയാമല്ല. പക്ഷെ ഉള്ളിൽ ദൈവം ഒരു വിഷൻ കൊടുക്കുകയാണ്. ഇന്ന് അതുപോലെ നിങ്ങളുടെ സാഹചര്യം ചിലപ്പോൾ പ്രതികൂലമായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് ദൈവം നിങ്ങളെ ഉണർത്തുകയാണ്. ഹല്ലേലൂയ. അപ്പസ്തലൻ പറയുകയാണ് അതിൽ 28-ാം വാക്യത്തിൽ, എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കുവാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവ്വവിജ്ഞാനം പഠിപ്പിക്കുകയും ചെയ്യുന്നു. എന്താണ് ഈ സർവ്വവിജ്ഞാനം? ഈ സർവ്വവിജ്ഞാനത്തെക്കുറിച്ചാണ് കൊളോസസ് 1:27 പറഞ്ഞത്. ഏറ്റവും വലിയ സർവ്വവിജ്ഞാനം എന്താ? ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ സർവ്വവിജ്ഞാനം, ദൈവം വസിക്കുന്നു നിന്റെ ഉള്ളിൽ, നിനക്കൊരാത്മാവുണ്ട്, ആ ആത്മാവിന്റെ ഉള്ളിൽ, നിന്റെ ഉള്ളിൽ തന്നെ ദൈവം ഇരിക്കുന്നു. ഇനി ആ ദൈവത്തിന്റെ നിയന്ത്രണത്തിലേക്ക് നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും കടന്നു വരുന്ന ആ ഒരു വിധേയത്വത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് അപ്പോസ്തലന്മാർ പറയുകയാണ്, അതിലേക്ക് എല്ലാവരും വിളിക്കുകയാണ്, എല്ലാ മനുഷ്യരെയും ക്രിസ്തുവിൽ പക്വത പ്രാപിച്ചവരാക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. എല്ലാ മനുഷ്യരെയും, ഇന്ന വിഭാഗം എന്ന് പറഞ്ഞിട്ട് എല്ലാ മനുഷ്യരിലും ഉണ്ട് ഈശോ. എല്ലാ മനുഷ്യരെയും പക്വത പ്രാപിച്ചവരാക്കുവാൻ വേണ്ടി ദൈവം വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു മെസ്സേജ്, ഈശോ എന്റെ ഉള്ളിൽ ഈ ഒരു മെസ്സേജ് നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്നൊരു പ്രേരണ നൽകുമ്പോൾ, ഈ പ്രേരണ എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ ഉള്ളിൽ ഒരു ഉണർവ് കിട്ടുന്നതിന് വേണ്ടിയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്പിരിച്വൽ ഫയർ ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഈ ഒരു ഫയറിനകത്ത് നിങ്ങൾക്ക് മുൻപോട്ട് പോകാനുള്ള കരുത്തും ശക്തിയും പരിശുദ്ധാത്മാവാകുന്ന ദൈവം പ്രദാനം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിന് ഇത് പ്രദാനം ചെയ്യാൻ സാധിക്കും. ഇന്ന് നമ്മുടെ നടുവിൽ പരിശുദ്ധാത്മാവുണ്ട്. ഒരു നിമിഷം നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും ആ പ്രശ്നത്തിൽ നിന്ന് ഒരു നിമിഷം കണ്ണുകൾ എടുത്ത് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന, ഉള്ളിൽ വസിക്കുന്ന, നിങ്ങളോടൊപ്പമായിരിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങളുടെ ചിന്തകളെ ഒന്ന് പ്ലേസ് ചെയ്ത് ഒരു നിമിഷം നിങ്ങളുടെ ചിന്തകൾ അത് എന്തുമായിക്കോട്ടെ. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെടലിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ദാവീദ് രാജാവ് വലിയ പരാജയങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ഒറ്റപ്പെടലില്ല. എല്ലാവരും കുറ്റം പറയുക, എല്ലാവരും പറയും നിന്റെ കയ്യിലിരിപ്പുണ്ട്, നീ എടുത്ത ഡിസിഷൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ചിലപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്നില്ലേ? ഫേസ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെ? ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യു. നീ ഒരു റോങ് ഡിസിഷൻ എടുത്തു. എന്തിനാ ഈ രാജ്യം വിട്ട് വേറെ രാജ്യത്തോട്ട് പോയത്? അല്ലെങ്കിൽ എന്തിനാ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത്? എന്തിനാ ഇങ്ങനെ ഒരു ജോലി തെരഞ്ഞെടുത്ത്? അല്ലെങ്കിൽ എപ്പോഴും ചിന്തിക്കുക, ഞാൻ അത് തെരഞ്ഞെടുത്ത് തെറ്റിപ്പോയോ. എല്ലാവരും ചിലപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നു, കല്ലെറിയുന്നു. ആർക്കും നിങ്ങളുടെ ഭാഗം കേൾക്കാൻ ആരുമില്ല. ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ ദാവീദ് രാജാവ് കടന്നുപോയി. 1 സാമുവേൽ 30-ാം അധ്യായം നമ്മൾ അവിടെ കാണുകയാണ്. പരാജിതനായി തീർന്നു, ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നു. ആരുമില്ല ഒന്ന് എൻകറേജ് ചെയ്യാൻ, ആരുമില്ല ഒന്ന് പ്രാർത്ഥിക്കാൻ. അവിടെ നമ്മൾ കാണുന്ന ഡേവിഡ് സ്ട്രെങ്തൻഡ് ഹിംസെൽഫ്. ദാവീദ് തന്നെ സ്ട്രെങ്തൻ ചെയ്തു. കൊളോസസ് 1:27-29 വാക്യമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാവീദിന്റെ കൂടെ ഇരിക്കുന്ന, ഉള്ളിലിരിക്കുന്ന ദൈവം പറഞ്ഞു, നീ മുൻപോട്ട് പോ, നിന്റെ ഉള്ളിൽ ഞാനുണ്ട്, നിന്റെ കൂടെ ഞാനുണ്ട്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്താം, ഞാൻ നിന്നെ വഴി നടത്താം. സത്യത്തില് നിങ്ങൾ ഇത്രയും നാളും ജീവിതത്തിൽ മുൻപോട്ട് പോയത് ഈ വചനം നിങ്ങൾക്ക് അറിഞ്ഞില്ലെങ്കിലും, ഇതൊന്നും അധികം പ്രഘോഷിക്കപ്പെട്ടിട്ടില്ല, അധികം ആരും കേട്ടിട്ട് പോലും ഇല്ലായിരിക്കും. പക്ഷെ ഇങ്ങനൊരു ഭാഗം ബൈബിളിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിവില്ലായിരുന്ന സമയത്ത് കൂടെ നിങ്ങൾ പോലും പലപ്പോഴും ഉള്ളിൽ നിന്ന് കിട്ടുന്ന ആ പ്രചോദനം അനുസരിച്ച് ജീവിതത്തിൽ എത്രയോ പ്രതിസന്ധിയിൽ മുൻപോട്ട് പോയില്ലേ? എന്നാൽ ഇനി വചനം പറയുകയാണ്, അന്ന് നിങ്ങളെ ആ പ്രതിസന്ധിയിൽ നിന്ന് മുൻപോട്ട് നയിച്ചത്, നിങ്ങൾക്ക് ആ വിൽ പവർ തന്നത് സാക്ഷാൽ സർവശക്തനായ ദൈവം തന്നെയായിരുന്നു.
ദാവീദിനന്ന് ആരും പ്രാർത്ഥിക്കാനില്ലായിരുന്നു. ദാവീദിനന്ന് എവിടെയും പ്രാർത്ഥിക്കാൻ പോകാൻ പറ്റുന്നില്ലായിരുന്നു. പരാജയത്തിന്റെ നടുവ് നിൽക്കുക. ആ സമയത്ത് ദാവീദിന്റെ ഉള്ളിൽ വലിയൊരു ശക്തി കിട്ടി. ആ ശക്തിയിൽ നിന്ന് താൻ തന്നെ സ്ട്രെങ്തൻ ചെയ്ത് മുൻപോട്ട് പോയി. ഹല്ലേലൂയ. ആ ഒരു സ്ട്രെങ്ത് നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്. നിങ്ങൾക്ക് പറന്നുയരാൻ പറ്റും. നിങ്ങൾക്ക് ഇന്നത്തെ സാഹചര്യങ്ങളെ മറികടക്കുവാൻ പറ്റും. അതാ യെശയ്യാ 40:31 നമ്മൾ കാണും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, യെശയ്യാ 40:31, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ശക്തി പ്രാപിക്കും. ദാവീദിന് ശക്തി എവിടെ നിന്നാണ് കിട്ടിയത്? ഉള്ളിൽ നിന്ന് തന്നെ ആ ശക്തി പുറത്തോട്ട് വന്നു. കാരണം ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. ക്രിസ്തു, മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഉള്ളിൽ ക്രിസ്തു ഇരിക്കുന്നു. ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു ഇരിക്കുന്നു. ആ ക്രിസ്തു ഉണർത്തുന്ന ഒരു ശക്തിയുണ്ട്. അതാണ് അപ്പോസ്തലൻ കൊളോസസ് 1:29 പറയുന്നത്, അല്ലെ? എന്റെ ഉള്ളിൽ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട്. കർത്താവിന്റെ ഒരു ശക്തി ഉള്ളിൽ നിന്ന് അന്ന് ദാവീദ് രാജാവിന്റെ ആത്മാവിൽ ഉണർത്തി, ശക്തിപ്പെടുത്തി. ഇനി മെസ്സേജ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ചിലപ്പോൾ എല്ലാം കൈവെടിഞ്ഞു, എല്ലാം തീർന്നു, എല്ലാ നിരാശയുടെ പടുകുഴിയിലായിരിക്കും. പക്ഷെ കർത്താവ് ഈ മെസ്സേജിലൂടെ നിങ്ങളെ ഒന്ന് ഉണർത്തുവാണ്, റിവൈവ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന ഈശോയുടെ ശക്തി തന്നെ നിങ്ങളുടെ ആത്മാവിൽ നിറയ്ക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. കഴുകന്മാരെ പോലെ പറന്നുയരും. പലരും പലതും പല സ്ഥലത്തു നിന്ന് പറയുമായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് പറന്നുയരുവാൻ ദൈവം നിങ്ങളെ വിളിക്കുകയാണ്. ദൈവം പറയാം, നിങ്ങൾക്ക് പറന്നുയരാൻ പറ്റും. നിങ്ങൾക്ക് ഈ സാഹചര്യങ്ങളെ മറികടക്കാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിൽ ഒരു ജയാളിയായ വിജയിച്ച ഒരു വ്യക്തിത്വമുണ്ട്, ഒരു നിഗൂഢ മനുഷ്യനുണ്ട്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഈ ലൈഫിൽ കടന്നു പോകുന്ന ഓരോ സിനേരിയോസിലും നമ്മൾ അറിയുന്നില്ലെങ്കിലും സ്വർഗത്തിൽ വലിയ കയ്യടി കിട്ടുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെന്നുള്ളൂ. ഭൂമിയിലാരും ചിലപ്പോൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ലായിരിക്കും, നിങ്ങൾക്ക് വലിയ പ്രാധാന്യം തരുന്നില്ല. പക്ഷെ സ്വർഗത്തിൽ ഭയങ്കര കയ്യടിയാണ്. നിങ്ങൾ ഓരോ സാഹചര്യത്തെയും വിജയിക്കുന്ന സമയത്ത് സ്വർഗത്തിൽ നിങ്ങൾക്ക് കയ്യടിയുണ്ട്. സ്വർഗം എന്നുള്ളത് ഇങ്ങനെ ഈ ഒരു ക്രിസ്തുവിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയെ അനുഭവിച്ചറിഞ്ഞ് അതിന്റെ ഡോമിനേഷനിൽ, ആ ഒരു പവറിന്റെ മേധാവിത്വത്തിൽ ലൈഫിൽ സറണ്ടറായി എല്ലാ സാഹചര്യങ്ങളെയും വിജയിച്ചവരാണ് അപ്പോസ്തലന്മാർ. മരണത്തെ പോലും മറികടന്നവർക്ക്, അതിന് ക്രിസ്തുവിന്റെ ശക്തിയിലൂടെ മറികടക്കുവാൻ അവർക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയണം, അതിനെ ആക്ടിവേറ്റ് ചെയ്യണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ എന്റെ ഉള്ളിൽ ഈശോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ ഉള്ളിൽ മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്റെ ഉള്ളിൽ ഉണ്ടെന്ന് ഞാനിന്ന് തിരിച്ചറിയുന്നു. യേശുവേ ആരാധന. അപ്പം നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈശോയുടെ ഈ ചൈതന്യത്തെ തിരിച്ചറിയുമ്പോൾ, ആ ഈശോയുടെ ചൈതന്യത്തിന് നമ്മളെ തന്നെ വിധേയപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം നിറയപ്പെടുവാൻ ഇടയായിത്തീരും. ഗലാത്യ ലേഖനത്തിന്റെ 5-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ കാണുന്നു. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തുവുണ്ട്, ക്രിസ്തുവിന്റെ ആത്മാവ് നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ ആത്മാവിന്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കും. അപ്പോൾ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവങ്ങൾ, അതിന്റെ ഫ്രൂട്ട്സ്, ആ റിലേഷൻഷിപ്പിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് ഗലാത്യ 5-ാം അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ കാണുന്നു, ആത്മാവിന്റെ ഫലങ്ങൾ. എന്താണ് ആത്മാവിന്റെ ഫലങ്ങൾ? ഈ ഒരു റിലേഷൻഷിപ്പിൽ ദൈവവുമായിട്ട് നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ വരുന്ന ഫലങ്ങളെക്കുറിച്ച് അവിടെ പറയുകയാണ്. ആത്മാവിന്റെ ഫലങ്ങൾ: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. ഇതാണ് റിയൽ സ്പിരിച്വാലിറ്റി. ഇപ്പൊ ഈ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് ദൈവം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും വിളിക്കുക എന്നാണ് അപ്പോസ്തലന്മാർ പറയുന്നത്. അവിടെ ഇപ്പൊ ഇതൊരു ജാതിയോ മതമോ വർഗോ വർണ്ണോ എന്നുള്ള ഈ ഒരു റിയാലിറ്റിയിൽ ജീവിക്കുവാൻ വേണ്ടി ദൈവം എല്ലാവരും വിളിക്കുകയാണ്. ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ദൈവം എല്ലാവരും വിളിക്കുകയാണ്. ആത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാ? സ്നേഹം, സ്നേഹിക്കാൻ സാധിക്കുകയാണ്. ഇപ്പം റിയലി ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോണ്ടല്ലോ, അവന് സ്നേഹിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതാണ് ഈശോയുടെ പ്രത്യേകത. അവൻ എല്ലാവരും സ്നേഹം, അവന് വർഗീയതയില്ല, അവന് വിഭാഗീയതയില്ല, അവന് സ്നേഹം മാത്രമാണ്. അപ്പൊ നമ്മൾ തന്നെ വിചിന്തനം ചെയ്യണം. ആം ഐ അണ്ടർ ദ ഹോളി സ്പിരിറ്റ്? പരിശുദ്ധാത്മാവിലാണ് ഞാനെങ്കിൽ എനിക്ക് സ്നേഹിക്കാനേ പറ്റത്തുള്ളൂ.
എനിക്കെല്ലാവരും സ്നേഹിക്കാനുള്ള ആ ഒരു ഗ്രേസ് പരിശുദ്ധാത്മാവ് പകർന്നു തരികയാണ്. യു ആർ അണ്ടർ ദ ഹോളി സ്പിരിറ്റ്. ആനന്ദം, ഏത് സാഹചര്യത്തിലും ദൈവത്തിൽ നിന്നൊരു വലിയ ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നു. ആനന്ദം, അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ സർക്കംസ്റ്റാൻസ് ആണ്. ഉള്ളിലിരിക്കുന്ന ദൈവത്തിലൂടെ ആ ഒരു ആത്മീയ ആനന്ദം നമ്മളിൽ വന്ന് നിറയപ്പെടുകയാണ്. ദാറ്റ്സ് അനദർ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സമാധാനം. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് എന്റെ സമാധാനം നൽകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. അപ്പൊ ലോകം തരുന്ന ടെമ്പററി പീസ് ഉണ്ട്, എന്നാൽ ഉള്ളിൽ ഏത് സാഹചര്യത്തിലും അനുഭവിക്കുവാൻ കഴിയുന്ന വലിയൊരു സമാധാനം ദൈവം, ഈശ്വരൻ പ്രദാനം ചെയ്യുകയാണ്. ആ സമാധാനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ സമാധാനമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമാധാനം ഇല്ലെങ്കിൽ പിന്നെ വേറെന്താ? ആ സമാധാനം ദൈവത്തിൽ നിന്ന് പകർന്നു തരികയാണ്. അപ്പൊ ദൈവം പറയുകയാണ്, ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഞാൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈശോ പറയുന്നുണ്ട് യോഹന്നാൻ 15-5 ഞാൻ മുന്തിരിവള്ളിയും നിങ്ങളെ ശാഖയുമാണ്. ഒരു മരം എന്ന പോലെ ദൈവവുമായി, ഒരു മരവും ശാഖയും എന്ന പോലെ നമ്മൾ ദൈവവുമായിട്ടുള്ള ഒരു അഭേദ്യമായ ബന്ധത്തിലാണ്. ഈ ഒരു തിരിച്ചറിവിൽ ഒരു ക്രൈസ്റ്റ് കോൺഷ്യസ്നെസ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. റോമ 8-1 എന്താ പറയുന്നത്? ഇപ്പോൾ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയില്ല. അപ്പൊ നമ്മുടെ മൈൻഡ് ഈശോയിൽ ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ഫോക്കസ് ആകുമ്പോൾ, ആ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്. എന്തൊക്കെയാണ് ആത്മാവിന്റെ ഫലങ്ങൾ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ. നാലാമത് ക്ഷമ, ക്ഷമിക്കുവാനുള്ള വലിയൊരു കൃപ അവിടെ ദൈവം പറഞ്ഞിരിക്കുക. ക്ഷമിക്കുവാനുള്ള വലിയൊരു കൃപ. ചിലപ്പോൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുന്ന ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റും കാണും. പക്ഷെ ഉള്ളിൽ നിന്ന് അവരോട് ക്ഷമിക്കുവാനുള്ള ഒരു ഗ്രേസ് പുറത്തോട്ട് വരികയാണ്. അത് ക്ഷമിക്കും തോറും പരിശുദ്ധാത്മാവിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി വർദ്ധിക്കുവാനിടയായിത്തീരും. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഇരിപ്പുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി വർദ്ധിക്കുകയാണ് ക്ഷമിക്കും തോറും. മദർ തെരേസയുടെ ഒക്കെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ അതാണ് കാണുന്നത്. മദർ തെരേസാനെ എത്രയോ തവണ ആൾക്കാർ നിന്ദിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തു, അല്ലെ? ഒരു സ്ഥലത്ത് മദർ തെരേസ താൻ ശുശ്രൂഷിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കുഷ്ഠരോഗികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ട ശുശ്രൂഷയ്ക്ക് വേണ്ടി ഓരോ ഭവനങ്ങളിലും ഇങ്ങനെ കൈനീട്ടി ഭിക്ഷ അയച്ചു പോയ സമയത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു മനുഷ്യൻ അവരുടെ കൈകൾ തുപ്പി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് മദർ തെരേസ പറഞ്ഞു, എനിക്കുള്ളത് നിങ്ങൾ തന്നു, എന്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് എനിക്ക് തന്നേര്. അപ്പൊ ആ മനുഷ്യന്റെ ലൈഫിൽ പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കൈകളിൽ തുപ്പിയിട്ട് പോലും മദർ തെരേസ അതിനെ റിസീവ് ചെയ്തിട്ട് ആ മനുഷ്യനോട് ക്ഷമിച്ചുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യാചിക്കുകയാണ്. അവിടെ വലിയൊരു ക്ഷമയാണ്, അല്ലെ? നമ്മൾ ഗ്ലാഡിസ്റ്റൈൻസ് എന്ന് പറഞ്ഞ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വന്തം ഭർത്താവിന്റെ ഘാതകരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അവരെ കൊന്നു കളഞ്ഞവരോട് നിരുപാധികം ക്ഷമിക്കുകയാണ്. അത് സൂപ്പർ നാച്ചുറലാണ്. അതെങ്ങനെ സാധിക്കും? കോടതി മുറിയിൽ നിന്നുകൊണ്ട് ഗ്ലാഡിസ്റ്റൈൻസ് പറയും, ഞാൻ അവരോട് ക്ഷമിക്കുന്നു. നമ്മളിപ്പം സിസ്റ്റർ റാണി മരിയയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ആ കുടുംബം ആ ഘാതകരോട് ക്ഷമിക്കുകയാണ്. അത് സൂപ്പർ നാച്ചുറൽ ആയിട്ട് ക്രിസ്തുവിന്റെ ഒരു ക്ഷമ അവരുടെ ആത്മാവിൽ നിറയപ്പെടുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ലോകത്തിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അത് ദൈവത്തിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. അതൊരു മനുഷ്യനിലൂടെ വരുമ്പോൾ ആ മനുഷ്യനിൽ ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ആ ഒരു ഉള്ളിലിരിക്കുന്ന ക്രിസ്തുവിന്റെ ചൈതന്യം ആ മനുഷ്യനെ ഡോമിനേറ്റ് ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. അല്ല, നിങ്ങളുടെ ഉള്ളിൽ ഇതേ കർത്താവ് ഇരിപ്പുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ഇതേ ഈശോ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഉള്ളിലും ഓരോ തവണ നിങ്ങളുടെ വീട്ടിലെ ഒരു കുഞ്ഞു കാര്യത്തിനായിരിക്കും, പക്ഷെ ക്ഷമിക്കുന്ന സമയത്ത് ഉള്ളിലിരിക്കുന്ന ഈശോയുടെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ കടന്നു വരികയാണ്, പ്രതിഫലിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കണ്ടാൽ മതി. അതായത് ഓരോ തവണ ക്ഷമിക്കുമ്പോഴും നിങ്ങൾ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുകയാണ്. കാരണം ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടുകയാണ്, നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുകയാണ്. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമതായിട്ട് സ്നേഹം, രണ്ടാമതായിട്ട് ആനന്ദം, മൂന്നാമതായിട്ട് സമാധാനം, നാലാമതായിട്ട് ക്ഷമ, അഞ്ചാമതായിട്ട് ദയ. മറ്റുള്ളവരുടെ കരുണയോടെ പെരുമാറുവാൻ. ദൈവത്തിന്റെ നേച്ചർ, ഇതെല്ലാം ദൈവത്തിന്റെ സ്വഭാവങ്ങളാണ്. സ്നേഹിക്കുക, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ഫെയ്ത്ത്ഫുൾനെസ്, സൗമ്യത, എളിമ, അല്ലെ? എളിമപ്പെടുക, വിനയം, ആത്മസംയമനം. ഇതെല്ലാം ദൈവത്തിന്റെ ഒരു ഡിവൈൻ നേച്ചർ നമ്മുടെ ഉള്ളിൽ വന്ന് നിറയപ്പെടുകയാണ്. ആത്മസംയമനം പലപ്പോഴും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ചൈതന്യം നമുക്ക് ആ ഒരു സെൽഫ് കൺട്രോൾ തരികയാണ്, പെർസിവിയറൻസ് തരികയാണ്, ലോങ് സഫറിങ് തരികയാണ്. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഫ്രൂട്ട്സ് നമ്മളിൽ വെളിപ്പെടുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താ? നമ്മോടൊപ്പം, നമ്മുടെ കൂടെ, നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവത്തിന്റെ ചൈതന്യമുണ്ട്, ദൈവത്തിന്റെ ആത്മാവുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉണ്ട്.
ചിലപ്പോൾ നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റും കാണും. ഒരുപാട് മനുഷ്യർ ചിലപ്പോൾ അവർക്ക് നിങ്ങളെ ഉൾക്കൊള്ളുവാൻ പോലും കഴിയുന്നില്ലായിരിക്കും. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു ദിവസം തന്നെ എത്രയോ പേര് ചീത്ത വിളിക്കുന്നവരുണ്ടെന്ന് അറിയോ. പലരും യാഥാസ്ഥിതികമായിട്ടുള്ള പല വിഭാഗത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളവർ പലതും പറയാറുണ്ട്. ചിലപ്പം കുറേ മനുഷ്യർ ഇങ്ങനെ കാശ് ചോദിച്ച് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറയും, ഞാൻ ഇതിനകത്ത് ഇവരുടെ സ്തോത്രക്കാഴ്ച പരിപാടിയൊന്നുമില്ല. ഇവിടെ ഇത് ഫേസ്ബുക്കിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് നമുക്ക് വരുമാനങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് എന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഉണർത്തുന്ന ഒരു ശക്തിയിൽ എനിക്ക് കിട്ടുന്ന മെസ്സേജുകൾ, എനിക്ക് കിട്ടുന്ന റെവലേഷൻസ് ഞാൻ ദൈവം ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക് അത് റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണിത്. ഇതിനകത്ത് വേറെ ഇന്റൻഷൻസ് ഒന്നുമില്ല. പക്ഷെ മനുഷ്യർക്ക് എപ്പോഴും ഈ ദൈവത്തെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ ഉള്ളിലെ ഒരു ചിന്തയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട്, ഇതെന്തെങ്കിലും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ അങ്ങനെ കുറെ ആൾക്കാർ പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. കുറെ ആൾക്കാർ ഇതിനെ യു കനോട്ട് പെയിന്റ് എവരി വൺ വിത്ത് ദ സെയിം ബ്രഷ് തിങ്കിങ് ദാറ്റ് ദാറ്റ് പേഴ്സൺ. ചില ആൾക്കാർ കാശ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, പൈസ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ഇറ്റ് ഷുഡന്റ് ബി എല്ലാവർക്കും അത് ആപ്ലിക്കബിൾ ആകണമെന്നില്ല. അപ്പൊ ദൈവം പല ആൾക്കാരെ പല രീതിയിലാണ് ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ ലോകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പലപ്പോഴും എല്ലാ കാര്യത്തെയും ഒരു ഗ്ലാസ്സിലൂടെ കാണാൻ ശ്രമിക്കുകയാണ്. ദിസ് ഈസ് ഇറ്റ്. എന്നാൽ ഇന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ മാറ്റും. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഈശോ ഇരിപ്പുണ്ട് എന്ന് ഒരു മെസ്സേജ് കേൾക്കുമ്പോഴത്തേക്കും പലപ്പോഴും ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇന്ന് ഈ ഒരു കൊളോസസ് ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന് 27 മുതലുള്ള വാക്യങ്ങൾ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, പക്ഷെ എങ്ങും അത് കേൾക്കാറില്ല. എന്റെ ഉള്ളിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്ന അപ്പസ്വരം പറയുകയാണ്. ഇങ്ങനൊരു മർമ്മം ബൈബിളിലുണ്ട്, ഇങ്ങനൊരു മിസ്റ്ററി ബൈബിളിൽ ഇരിക്കുകയാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വിശുദ്ധർ അനുഭവിച്ചറിഞ്ഞ ദൈവശക്തിയുടെ ഉറവിടം അവരുടെ കൂടെ തന്നെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ആ ദൈവത്തിന്റെ ശക്തിയെ തിരിച്ചറിയുക 1-ാമത്തെ സ്റ്റെപ്പ്. ആ ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെടുക 2-ാമത്തെ സ്റ്റെപ്പ്. ആ ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെട്ട് ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞു ജീവിക്കുക. അങ്ങനെ ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക് സ്വർഗം നമ്മളെ ഓരോരുത്തരെയും വിളിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് നമ്മളെ ഓരോരുത്തരെയും ദൈവം വിളിക്കുന്നത് എന്താ? ഒരു പുതിയ ജീവിത ശൈലിയിലേക്ക്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബ്രേക്ക് ചെയ്യുവാൻ ഉള്ള ഒരു വലിയ ഗ്രേസ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ ശക്തി എത്രമാത്രമുണ്ട്. നിങ്ങൾക്ക് പിടികിട്ടുന്നില്ല നിങ്ങളുടെ പവർ എത്ര മാത്രമാണെന്ന്. പലപ്പോഴും നമ്മുടെ ഉള്ളിലിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ശക്തിയുടെ അളവിനെ മനസ്സിലാക്കാതെ ഇരുട്ടിൽ തപ്പിത്തടയുക. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇപ്രകാരമാണ് കാണുന്നത്. ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കുവാൻ ദൈവത്തിൽ അവ ശക്തങ്ങളാണ്. ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെയും ഔദിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിന് എതിരായുള്ള ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായുള്ള വാദമുഖങ്ങൾ. അപ്പൊ ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായിട്ടുള്ള വാദമുഖങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ദൈവത്തെപ്പറ്റിയുള്ള അറിവിന് എതിരെ ദൈവം എവിടെ ഇരിക്കുന്ന? ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ദൈവത്തെപ്പറ്റിയുള്ള അറിവിനെതിരായ വാദമുഖങ്ങളെ, ഔദിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന്. ആരെ നമ്മൾ അനുകരിക്കേണ്ടത്? ഈശോനെയാണ് അനുകരിക്കേണ്ടത്, ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന്. കാരണം എന്ത് കാര്യം ഉണ്ടെങ്കിലും റിയൽ ആയിട്ട് ഈ ഭൂമിയിൽ കടന്നു വന്ന് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു കർത്താവ്. പ്രപഞ്ചം മുഴുവനും ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യമുണ്ട് അല്ലെ. ആ ദൈവത്തിന്റെ ആത്മാവ് ഈ ഭൂമിയിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യരായി കടന്നു വന്ന് നമ്മളെ കാണിച്ചു തന്നു എങ്ങനെയാണ് ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് കരുണയോടെ ഇടപെടേണ്ടത്, എങ്ങനെയാണ് സ്നേഹം. ആ സ്നേഹം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ആത്മാവിന്റെ ഫലങ്ങൾ അത് മുഴുവനും ഈശോയുടെ സ്വഭാവമല്ലേ. ഇപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് വായിച്ച ഗലാത്യ 5-ാം അധ്യായത്തിന്റെ അതിന്റെ 22 മുതലുള്ള വാക്യങ്ങളിൽ വായിച്ച ഓരോ സ്വഭാവങ്ങൾ ഇതെല്ലാം ഈശോയുടെ സ്വഭാവങ്ങൾ അല്ലെ. ആത്മാവിന്റെ ഫലങ്ങൾ: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഈ പറഞ്ഞതെല്ലാം ഈശോയുടെ ക്വാളിറ്റിയാണ്. ദീസ് ഓൾ ആർ ദ നേച്ചർ ഓഫ് ജീസസ്. അപ്പൊ ക്രിസ്തുവിനെ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് ഓൾ ദിസ് ക്യാരക്ടർ. ഇതിനും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? വിധേയപ്പെടുക. കർത്താവേ, ഈ ഒരു ക്രിസ്മസിന്റെ സമയത്ത് ഞാൻ എന്നെ തന്നെ അങ്ങയുടെ ആത്മാവിന്റെ കരങ്ങളിലേക്ക്
വിധേയപ്പെടുത്തുന്നു. ഞാൻ എന്നെ തന്നെ അങ്ങയുടെ ആത്മാവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞാൻ എന്നെ തന്നെ എന്ന് പറഞ്ഞ ഞാൻ എന്നെ തന്നെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചേ. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചേ. പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ അവിടെ കർത്താവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. അവിടെയാണ് യെശയ്യാ 40:31 വചനം അന്വർത്ഥമാകുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ശദ്രക് മേശക് അബേദ്നെഗോ 3 പേരെയും കൊണ്ട് തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു അല്ലേ. ദാനിയേൽ സിംഹക്കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. പക്ഷെ അവിടെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുപോലെ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ സാഹചര്യങ്ങളിലേക്കും കടന്നു വരുവാൻ ഇടയായി തീരും. യേശുവേ ആരാധന. പൗലോസ്ലീഹ ഈ 2 കൊരിന്ത്യർ 10 2 മുതലുള്ള വാക്യങ്ങൾ പൗലോസ്ലീഹ പറയുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലരുണ്ട്, അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. അപ്പൊ അപ്പസ്തലനായ പൗലോസ്ലീഹാനെ ജഡികന്മാരായി കാണുന്ന ചില ആൾക്കാരുണ്ട്. അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസമുണ്ട്. കാരണം അപ്പസ്തോലന്റെ ലേഖനങ്ങൾ മുഴുവൻ വായിക്കുമ്പോൾ അവിടെയെല്ലാം യഹൂദരുടെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായി സ്നേഹത്തിന്റെയും കൃപയിലും അധിഷ്ഠിതമായ ടോക്കുകളാണ്, ലേഖനങ്ങളാണ് അപ്പസ്തോലൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇപ്പൊ ഒരു വ്യക്തിയുടെ ലൈഫിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ചിലർ പറയും അത് ജഡികമായ കാര്യങ്ങളല്ലേ. അപ്പൊ നമ്മൾ ലൈഫിനെ റിലേറ്റഡ് ആയ ഒരു കാര്യം മെസ്സേജ് പറയുമ്പോഴത്തേക്കും ഈ യഹൂദന്മാരുടെ ചിന്താഗതി, ജൂതന്മാരുടെ പഴയ നിയമ ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് റിലേറ്റഡ് ആയ കാര്യങ്ങളൊന്നും അത് വലിയ മാറ്ററുകളല്ല. അവരെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം വിട്ടകന്ന് മാറി അവർ വേറൊരു സെപ്പറേറ്റഡ് ഫരീസികൾ, സാദുസീസ്, നിയമജ്ഞരെന്ന് പറഞ്ഞു ഒരു രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന മനുഷ്യരുടെ വെപ്രാളങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും അവരെ ബാധിക്കുന്നില്ല. ദേ ആർ ഓവർ ദർ ടു ജഡ്ജ് ദം. അതായിരുന്നു പഴയ നിയമത്തിലുള്ള ഫരിസേരും സദുക്കീയരും. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തോലൻ മനുഷ്യരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന വിഷയങ്ങളെ നോക്കിക്കണ്ടുകൊണ്ട് അവിടെ അവരെ റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ചില ആൾക്കാർ അപ്പസ്തോലനെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയാണ് ഇവൻ ജഡികനാണ്. മനുഷ്യരുടെ ലൈഫിനെ റിലേറ്റ് ചെയ്ത മെസ്സേജ് പറയുന്ന ഒരു വ്യക്തി, ഒരു അപ്പസ്തോലൻ ആരാ? ജഡികനാണ്. അപ്പം അപ്പസ്തോലൻ പറയുക ഞങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലരുണ്ട്, അവരെ ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ഈ ആത്മവിശ്വാസം എവിടുന്നാ വരുന്നത്? ഈ ആത്മവിശ്വാസം ഉള്ളിന് അകത്തുനിന്ന് വരുന്നത്. ഇതേ അപ്പസ്തോലൻ പറയുകയാണ് കൊളോസസാരോട്, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ സർവ്വവിജ്ഞാനം പഠിപ്പിക്കുകയാണ് എല്ലാവരോടും. ഇത് ഞാനല്ല പഠിപ്പിക്കുന്നത്, എന്റെ ഉള്ളിൽ എന്നെ ഉണർത്തുന്ന ഒരു ശക്തിയുണ്ട്. എന്നെ ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു. ആ ശക്തിയെക്കുറിച്ചാണ്, അതിനെക്കുറിച്ച് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് അപ്പസ്തോലൻ കൊറിന്തോസാർക്ക് ലേഖനം എഴുതുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 10 എല്ലാവരും ക്രിസ്മസിന്റെ ഒക്കെ നല്ല തിരക്കിലായിരിക്കും അല്ലേ. ഞാനിങ്ങനെ സ്പീഡിൽ പറയുന്ന കാരണം ഞാൻ ആ ഒരു ഫയറിൽ, എനിക്ക് ഈ ഒരു മെസ്സേജ് ഈ ഷോളിൽ ഇങ്ങനെ തരുമ്പോഴത്തേക്ക് ഞാൻ ആ ഫയറിൽ അങ്ങ് നിങ്ങളിലേക്ക് അതങ്ങ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കേട്ടോ. 1 കൊരിന്ത്യർ 10 അതിന്റെ 10 വാക്യം 1 കൊരിന്ത്യർ 15:10 പറയുകയാണ്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. നേരെ മറിച്ച് മറ്റെല്ലാവരെക്കാൾ ഞാൻ അധ്വാനിച്ചു. എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. അപ്പം അപ്പസ്തോലൻ പറയും ഞാൻ മറ്റെല്ലാവരെക്കാൾ അധ്വാനിച്ചു, പക്ഷെ അത് ഞാനല്ല, എന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ കൃപയാണ് അധ്വാനിച്ചത്. ഞാനല്ല, നിങ്ങൾ എന്നെ കണ്ടു, പക്ഷെ അത് ഞാനല്ലായിരുന്നു. എന്റെ ഉള്ളിലുള്ള ദൈവത്തിന്റെ കൃപയാണ് എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്. നിങ്ങൾക്ക് ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റുന്നില്ലായിരിക്കും, പക്ഷെ ക്ഷമിക്കുവാൻ ഉള്ളിലിരിക്കുന്ന കൃപ നിങ്ങളെ പ്രേരിപ്പിക്കും, സ്നേഹിക്കാൻ പ്രേരിപ്പിക്കും. വിഷമങ്ങൾക്ക് നടുവിൽ ആനന്ദത്തോടെ ആയിരിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരു കൃപ. എന്നാ കൃപ എന്നറിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ അപ്പസ്തോലന്മാര് നീതി നിമിത്തം പീഡിപ്പിക്കപ്പെടുകയാണ്. അവരെ കൊണ്ട് ജയിലിൽ കൊണ്ടുപോയി അടച്ചു. അപ്പസ്തോല പ്രവർത്തനം 16 നമ്മളത് കാണുകയാണ്. അവരവിടെ ആ സാഹചര്യങ്ങളെ നോക്കാതെ അവരവിടെ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയായിരുന്നെങ്കിൽ അതിന്റെ പിന്നിൽ അവർ അനുഭവിച്ചറിഞ്ഞ വലിയൊരു ദൈവകൃപയുണ്ട്. നമ്മൾ പറയും
പലപ്പോഴും ആൾക്കാർ പറയും നിങ്ങൾ സ്തുതിക്കുവിൻ, പ്രാർത്ഥിക്കുവിൻ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ചില ഡെസ്പായിട്ട് നിൽക്കുന്ന ഡിസപ്പോയിന്റഡ് ആയ സിറ്റുവേഷനിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? നിങ്ങൾ പലപ്പോഴും എൻ്റെ എന്ത് കുറവുകൊണ്ടാണ് ഞാൻ ഈ അവസ്ഥയിലൂടെ കടന്നു പോയിട്ട് പോകുന്നതെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇവിടെ അപ്പസ്തോലന്മാര് അവരെ കല്ലെറിഞ്ഞു, അടിച്ചു, വലിച്ചഴച്ചുകൊണ്ട് പോയി ജയിലിൽ കൊണ്ടുപോയിട്ടു. ജയിലിൽ കൊണ്ടുപോയി ഇന്നർ പ്രസനിൽ കൊണ്ടുപോയിട്ട് ഏറ്റവും വലിയ തീവ്രവാദികളെ കൊണ്ടുപോയിടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ഇവരെ കൊണ്ടുപോയിട്ട് ഈ പാവങ്ങളെ. പക്ഷെ അവിടെ കിടന്ന് ഇവര് പരിതപിക്കുകയോ പരാതിപ്പെടുകയോ ചെയ്യാതെ ഇവര് കീർത്തനം പാടണമെങ്കിൽ വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൻ ഇൻ ദം? നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചേ, ഇത്ര നാൾ ചിന്തിച്ചതിനെ തോട്ട് പാറ്റേൺ ഒന്ന് മാറ്റി. എന്തുകൊണ്ടായിരിക്കും അവരവിടെ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചത്? എന്തുകൊണ്ടായിരിക്കും? അത് അവരുടെ സെൽഫായിട്ടുള്ള ഒരു എഫേർട്ടാണ്. ഇപ്പൊ നമ്മളാണെങ്കിൽ ആരാണെങ്കിലും കുറെ കഴിയുമ്പോഴത്തേക്കും പ്രതികരിച്ചു പോകും. പക്ഷെ ഇവിടെ പ്രതികരിക്കാതെ ഇവർ ദൈവത്തിന് കീർത്തനം പാടി മഹത്വം കൊടുത്തെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അതിനെയാണ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു വലിയ പവർ അവിടെ കിടന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഈ പവറാണ് ഞാൻ സൂചിപ്പിക്കുന്ന സംഭവം. ഇത് വലിയൊരു പവറാണ്. ഇത് വ്യക്തി എല്ലാവരും സെയിന്റ് പോളിനെ അവിടെ കാണുന്നത്. ഇപ്പൊ രോഗശാന്തി ശുശ്രൂഷ നടക്കുമ്പോൾ പലപ്പോഴും അല്ലെങ്കിൽ ഒരു മിനിസ്ട്രിയിൽ ഞാനിപ്പോൾ പലപ്പോഴും എവിടെയെങ്കിലും ശുശ്രൂഷിക്കാൻ നിൽക്കുമ്പോൾ എനിക്കറിയാം ആ സമയത്ത് ആ ശക്തി വരികയാണ്. ഇറ്റ് ഈസ് നോട്ട് മീൻ. ചിലപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്നെ കാണും, ചിലപ്പോൾ ഈ ഒരു ടോക്ക് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോൾ എന്നോട് ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് ഇതിന്റെ പകുതി കാര്യങ്ങളും ഈ ഒരു ടൈമിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുകയാണ്. ശുശ്രൂഷയുടെ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിക്കുകയാണ്. ആ ഒരു ടൈമിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കുകയാണ്. ആ ശക്തിയാണ് അന്ന് സെയിന്റ് പോളിനെയും സീലാസിനെയും സ്തുതിക്കുവാൻ പ്രേരിപ്പിക്കുക. സ്തുതിക്കുക, സ്തുതിക്കുക, സ്തുതിക്കുക. അപ്പൊ ബാക്കിയുള്ളവർ നോക്കുമ്പോൾ ഇതെന്താ ഇവരെന്ത് വട്ടായി കാണിക്കുന്നു, ഇവരെ കൈയും കാലും ചങ്ങനെ കൊണ്ടിട്ടേക്ക് എന്നിട്ട് ഇവർ കിടന്ന് സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. ദാറ്റ് ഈസ് ദ മിറക്കിൾ. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ ഒരുപാട് പ്രതിസന്ധിക്കുള്ളിലൂടെ കടന്നു പോവുകയായിരിക്കും. ഇതിന്റെ നടുവിൽ നിന്ന് സ്തുതിക്കുകയാണ്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവിടെ കടന്ന് അവർ സ്തുതിക്കുകയാണ്. അവിടെ കടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആ സമയത്ത് അവിടെ ഇറങ്ങുന്ന ഒരു വലിയ ശക്തിയുണ്ട്. ആ ശക്തി തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ശക്തി. ആ ശക്തിയാണ് നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുന്നത്. ഈ ഒരു ടൈമിൽ നിങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിലേക്ക് ആ ശക്തിയാണ് നിങ്ങളെ ആ ഒരു മോട്ടിവേഷനിലേക്ക്, ആ ഒരു നിങ്ങൾക്കൊരു ഊർജ്ജം നിങ്ങളുടെ ഉള്ളിൽ ആ ശക്തി പ്രദാനം ചെയ്യുകയാണ്. അന്ന് സീലാസും പൗലോസ്ലിഹായും അവിടെ കിടന്ന് ആരാധിക്കുമ്പോൾ നമ്മൾ കാണുന്നത് കാരാഗ്രഹ വാതിലുകൾ തുറന്നു. അവിടെ ഭൂമി കുലുക്കമുണ്ടായി. കാരാഗ്രഹത്തിന് അടിത്തറ കുലുങ്ങിയെന്ന് നമ്മൾ കാണുന്നത്. അവരാരും അടിത്തറ കുലുങ്ങാനോ ഭൂമി കുലുക്കം ഉണ്ടാകാനോ അവരുടെ കയ്യിലെ ചങ്ങല അഴിയാനോ അവർ പ്രാർത്ഥിച്ചില്ല. പക്ഷെ വെൻ ദാറ്റ് പവർ, കർത്താവിന്റെ ശക്തി അവിടെ വെളിപ്പെട്ടപ്പോൾ അവിടെ അത് സംഭവിക്കുകയാണ്. അതാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഭയങ്കര പവറാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത്. പക്ഷെ ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഞാൻ ഭാവം നിൽക്കുമ്പോൾ ഇത് ആക്ടിവേറ്റ് ആകത്തില്ല. അതുകൊണ്ടാണ് ആത്മാവിന്റെ ഫലങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നത്. സ്നേഹം, ആനന്ദം, ദയ, ക്ഷമ, സൗമ്യത, ആത്മീയ സംയമനം. ഇതിൽ റൂട്ടഡ് ആകുമ്പോൾ ക്രിസ്തുവിനെ അനുകരിക്കുമ്പോഴാണ് ഈ ശക്തി വെളിപ്പെടുന്നത്. ഇപ്പം നമ്മുടെ ഉള്ളിൽ ദൈവം ഇരിപ്പുണ്ട്, എന്റെ ഉള്ളിൽ ദൈവം ഇരിപ്പുണ്ട്, ഞാൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ ആക്ടിവേറ്റ് ആകത്തില്ല. ഞാൻ എളിമപ്പെടുമ്പോൾ, വിനയപ്പെടുമ്പോൾ ഈ വിനയത്തിലൂടെ, അതായത് പരിശുദ്ധാത്മാവ് നമ്മളെ എളിമയിലൂടെ നമ്മളെ ട്രെയിൻ ചെയ്യും. എളിമപ്പെടാൻ, വിനയത്തിൽ, സ്നേഹത്തിൽ. ആ ഒരു ടൈമിൽ ദൈവത്തിന്റെ ശക്തി കൂടുതൽ കൂടുതൽ ആക്ടിവേറ്റ് ആയിട്ട് നമ്മളിൽ വെളിപ്പെടുവാനിടയായിത്തീരും. ഞാനൊരു സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എല്ലാ ക്ലാസ്സുകളും പ്രാർത്ഥിച്ചായിരുന്നു തുടങ്ങിക്കൊണ്ടിരുന്നു. അപ്പൊ പ്രാർത്ഥിച്ച് തുടങ്ങും, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. അപ്പൊ ചില ആൾക്കാർക്ക് ഇത് ഇഷ്ടമില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ അവിടെ ഒറ്റപ്പെടുത്തി ഒരുപാട് പേര് കല്ലെറിയാൻ വേണ്ടി തുടങ്ങി. ഒരിക്കലും പ്രാർത്ഥിച്ച് തുടങ്ങരുത്. അത് ക്രിസ്ത്യാനികളാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഒറ്റപ്പെടുത്തി കേട്ടോ. അപ്പം നമ്മൾ വല്ലാതെ അങ്ങ് വിഷമിച്ചു. എന്ത് ഇനി ഇവിടം വിട്ട് പോകണം. അപ്പം പരിശുദ്ധാത്മ ഉള്ളിൽ പറയുന്നുണ്ട്, നോ നോ നോ, ഡു നോട്ട് ലീവ്, ഹോൾഡ് ഓൺ. അപ്പം ഈ കളിയാക്കലുകൾക്ക് നടുവില് സഹിച്ചു നിൽക്കുവാനുള്ള വലിയൊരു ഗ്രേസ് തരികയാണ്. അപ്പൊ വീണ്ടും ഇവരെ കാണുമ്പോഴത്തേക്കും ചിരിക്കുവാനും അവരെ സ്നേഹിക്കാനുള്ള ഒരു നമ്മുടെ സ്ട്രെങ്ത് അല്ല, ദൈവത്തിന്റെ ഒരു കൃപ അവിടെ നമ്മളെ ശക്തിപ്പെടുത്തുകയാണ്, അവിടെ നമ്മളെ വഴി നടത്തുകയാണ്. അപ്പം അന്ന് എനിക്ക് കുറെ ആൾക്കാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഞാൻ അവരോട് ഷെയർ ഒക്കെ ചെയ്യുമായിരുന്നു ഇങ്ങനെ പ്രാർത്ഥിക്കണം. അതാണ് നമ്മളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം പ്രാർത്ഥിക്കണ്ടേ. അപ്പം അങ്ങനെയൊക്കെ അവിടെ പിടിച്ചു നിന്ന് മുമ്പോട്ട് പോകുന്ന ഒരു സമയത്ത് ഞാനിപ്പോഴും ഓർക്കുന്നു, ഒരു ദിവസം ഒരു സഹോദരി വളരെ വിഷമിച്ച്, അവൾ അവിടെ പഠിക്കുന്ന, ഞാൻ പഠിപ്പിച്ച കോളേജിൽ പഠിക്കുന്ന ഒരു വച്ചായിരുന്നു. അവൾ വളരെ വിഷമിച്ച് ഒരു ക്ലാസ് കഴിഞ്ഞ സമയത്ത് പുറത്തോട്ടിറങ്ങിയ സമയത്ത് അവൾ എന്നോടൊന്ന് പറഞ്ഞു, സാറേ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പം എന്ത് കാര്യമാണെന്നൊന്നും ഞാൻ അന്ന് ഓർത്ത് വ്യക്തമായിട്ട് അവളോട് ഡീറ്റെയിൽ ആയിട്ടും ചോദിച്ചില്ല. പക്ഷെ ഉള്ളില് ഞാൻ അവൾ എന്നോട് പറയുന്ന സമയത്ത് ഈശോ ക്രൂശിൽ കിടക്കുകയും ഈശോയുടെ ക്ഷതങ്ങളിലൂടെ ഇവളിലേക്ക് വലിയൊരു ശക്തി കടന്നു വരുന്നത് എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ ഞാനത് കാണും ഒരു വിഷയം പോലെ.
അപ്പൊ ഞാനത് ഇവളോട് പറഞ്ഞു, നിന്നിലേക്ക് ദൈവത്തിന്റെ വലിയൊരു ശക്തി കടന്നു വരുന്നു. അത് കടന്നു വരുന്നത് യേശുവിന്റെ കുരിശുബലിയുടെ, ഈശോയുടെ കുരിശുമരണത്തിലൂടെ വെളിപ്പെടുന്ന അനന്തമായ ശക്തി നിന്റെ ശരീരത്തിലേക്ക് കടന്നു വരുന്നു. ദൈവത്തിന്റെ ശക്തി നിന്നിലേക്ക് കടന്നു വരുന്നു. ഇത് പറയുന്ന സമയത്ത് എനിക്കറിയാം അവിടെ മൊത്തം ഒരു വലിയ നിശബ്ദത ഫീൽ ചെയ്യുകയാണ്. ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു കോറിഡോറിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. പക്ഷെ ശരിക്കും ഒരു സൈലൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഇത് പറയുന്ന സമയത്ത് ആ സ്ഥലത്തോട്ട് മുഴുവൻ ഒരു ശക്തി, ദൈവത്തിന്റെ ശക്തി വന്ന് നിറയുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു. അപ്പൊ ഞാൻ ഓർത്ത് എന്റെ പുറകിൽ നിന്ന് ആരെങ്കിലും ഒരു കൂൾ തണുത്ത കാറ്റ് പോലെ, പുറകിൽ നമ്മൾ ചിലപ്പോൾ ഒരു ഡോറൊക്കെ പുറകെ തുറന്ന് കിടക്കുവാണെങ്കിൽ തണുത്ത കാറ്റ് വരുന്ന പോലെ ഒരു തണുത്ത കാറ്റ് ഈ വ്യക്തിയിലേക്ക് വന്ന് ഇങ്ങനെ അവളിലേക്ക് വന്ന് നിറയപ്പെടുന്ന ഒരു ഫീല് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചപ്പം ആ കൊച്ചൻ പറഞ്ഞു എനിക്കത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. ഓക്കെ, അത് അവിടെ കൊണ്ട് നിന്നു. ഒരു 5 മിനിറ്റത്തെ സംഭവമായിരുന്നു. പക്ഷെ ഒരു കുറച്ച് നാളത്തേക്ക് പിന്നെ ഇവളെ അവിടെ കോളേജിൽ കണ്ടില്ല, സിക്ക് ലീവാന്നൊക്കെ പറഞ്ഞു പോയി. അത് കഴിഞ്ഞ് ഒരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും, ഒന്നര മാസം എടുത്ത അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവള് തിരികെ വന്നിട്ട് അവള് ഞങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ അവർ കൺഫ്യൂസ് ചെയ്തു, ഒരു ടെസ്റ്റ് മണി പറയുകയാണ്. ഇവൾക്ക് ബ്രസ്റ്റിൽ ക്യാൻസറായി. അപ്പം കാരിത്താസ് ഹോസ്പിറ്റലായിരുന്നു ഇവള് ട്രീറ്റ്മെന്റിന് പൊക്കോണ്ടിരുന്നത്. അപ്പൊ അതിന്റെ സ്റ്റേജ് എത്രയോ ഒരു മോശമായ അവസ്ഥയിലൂടെ പൊക്കോണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണ് ഇവള് യാദൃച്ഛികമായിട്ട് ഇവള് ഈ ഒരു കാര്യം, ഇങ്ങനെ ഒരു വിഷമമുണ്ട്, സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊന്നും അങ്ങനെ വ്യക്തമായിട്ട് പറഞ്ഞില്ല. ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ട് സാറേ, എല്ലാം എന്റെ അവസാനിക്കുകയാണ്, ഞാൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ടെന്നുള്ളേ ഉള്ളൂ, എന്റെ ഉള്ളിൽ മുഴുവൻ കരയുക എന്നൊക്കെ പറഞ്ഞ് അന്ന് എന്റെ അടുത്ത് വന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാവോ എന്ന് ചോദിച്ചു. അത്രേ പറഞ്ഞുള്ളൂ. ഇന്നെ ഡിസ്ക്രിപ്ഷൻ ഒന്നും തന്നില്ലായിരുന്നു. പക്ഷെ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കണ്ടത് യേശുവിന്റെ കുരിശുമരണവും, കുരിശുമരണത്തിൽ യേശുവിന്റെ ക്ഷതങ്ങളിലൂടെ വെളിപ്പെടുന്ന ആ ഒരു അഭിഷേകവും. യേശയ്യാ 51 അധ്യായത്തിന് 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ ക്ഷതങ്ങളിലൂടെ നാം സൗഖ്യം പ്രാപിക്കുന്നു. അപ്പൊ ആ വ്യക്തിയിലേക്ക് ആ ശക്തി, ദൈവത്തിന്റെ ശക്തി വന്ന് അടിക്കുന്നത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്തു, ശരിക്കും അത് അനുഭവിക്കാൻ സാധിച്ചു. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, നമ്മുടെ നടുവിലും ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. അപ്പൊ ആ ദൈവത്തിന്റെ സാന്നിധ്യം അവളെ സൗഖ്യമാക്കി. പിന്നീട് കുറച്ച് നാളും കൂടെ കഴിഞ്ഞപ്പോൾ 2-3 മാസം കഴിഞ്ഞപ്പം ചില ആൾക്കാർക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, ഇവർക്ക് സൗഖ്യം കിട്ടിയെന്ന് ഇവള് ടെസ്റ്റ് മണി ചെയ്തപ്പം പറഞ്ഞത് വിശ്വസിച്ചില്ല. ഇതേ ആള് അന്ന് റിപ്പോർട്ടുമായിട്ട് ഞങ്ങൾ പഠിക്കുന്ന കോളേജിൽ വന്നിട്ട് ടെസ്റ്റിഫൈ ചെയ്തേണ്ട നേരത്തെ ഇതുണ്ടായിരുന്നു, പിന്നെ ഇതിപ്പം കംപ്ലീറ്റ്ലി ഹീൽഡായി. അപ്പം മെഡിക്കലി അവർ പറയുന്നതിന്റെ റീസൺ എന്തോ ഇറ്റ് ക്യാൻ ഹാപ്പൻ എന്നൊക്കെയാണ് മെഡിക്കൽ സയൻസിൽ പറയുന്നത്. ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ എ റയർ കേസസ് ഒക്കെ. അത് ഒരു മെഡിക്കൽ സയൻസ് അതിന് ഡിസ്ക്രിപ്ഷൻ ഒന്നുമില്ല. പക്ഷേ ഇറ്റ് ഈസ് എ മിറക്കിൾ. ദിസ് വുമൺ അവൾ കൺഫസ് ചെയ്ത കാര്യം ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കാര്യം ടെസ്റ്റിഫൈ ചെയ്തു, ഇതിനു ശേഷം വേണ്ട ഇപ്പൊ ഇത് കംപ്ലീറ്റ്ലി ക്യൂർ ആയി. അപ്പൊ മെഡിക്കലി ടെസ്റ്റിഫൈ ചെയ്യുന്ന ഒരു മിറക്കിള് അവിടെ സാക്ഷ്യപ്പെടുത്തി. അപ്പോ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടതിന്റെ ഒരു അടയാളമായിട്ട് ആ ഒരു സിറ്റുവേഷനെ ദൈവം ഉയർത്തുവാനിടയായിട്ടു. ചിലപ്പോൾ ഇന്ന് ലൈഫില് നിങ്ങൾ കടന്നു പോകുന്ന നിന്ദിക്കപ്പെട്ട, അപമാനിക്കപ്പെട്ട ഒരു അവസ്ഥ, ഒരു സാഹചര്യത്തിന് നടുവിൽ കർത്താവ് നിങ്ങളോട് പിടിച്ചു നിൽക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനപ്പുറമായിട്ടൊരു വിടുതലും ഒരു മഹത്വവും ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന് ഈ സഹനങ്ങളെ വ്യക്തമായിട്ട് അറിയാം. നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തിന് നിങ്ങളുടെ പരാജയങ്ങളെയും വേദനകളെയും അറിയാം. അതുകൊണ്ട് തന്നെ കർത്താവിൽ ആശ്രയിക്കുന്ന നിങ്ങൾ ചിറകടിച്ചുയരണ്ടേ? ചിറകടിച്ചുയരുമ്പോൾ നിങ്ങൾക്ക് മഹത്വം ലഭിക്കും. അതുകൊണ്ടാണ് റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന് 18-ാം വാക്യം. ഒരുപാട് തവണ നമ്മൾ എടുത്ത കാര്യമാണ്, എങ്കിലും ഒരിക്കൽ കൂടി വായിക്കാം. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ കഷ്ടതകൾ ചെറുതാന്നല്ല പറഞ്ഞ, നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. വെൻ ഐ കമ്പയർ ഇറ്റ് വിത്ത് ദ ഗ്ലോറി ദാറ്റ് ഐ ആം ഗോയിങ് ടു റിസീവ്. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ. ഇന്നത്തെ കഷ്ടതയെ ചെറുതാക്കി കൊച്ചാക്കുമല്ല കേട്ടോ. ഇന്നൊരു കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ സംഭവം നല്ല ബുദ്ധിമുട്ടാന്നേ, കാര്യം ശരിയാ. ഞാൻ ചില കാര്യത്തിനകത്തൂടെ ഒക്കെ കയറി ഇറങ്ങിപ്പോയപ്പോൾ ഇത് എന്റെ പൊന്നെ, എന്റെ കർത്താവ്, ഇത് എങ്ങനെ കടിച്ചു പിടിച്ച് ഇതിനകത്തൂടെ കടന്നു പോകും. നല്ല ബുദ്ധിമുട്ടുള്ള പല സാഹചര്യത്തിലൂടെ നമ്മളെല്ലാം കയറി ഇറങ്ങി പോയിട്ടില്ലേ. അയ്യോ, ചില ടൈമിനകത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ അതിന് കൂടുതൽ ഡിസ്ക്രിപ്ഷൻ ഞാൻ തരുന്നില്ല. ഞാൻ എന്റെ കുടുംബവും എന്റെ വൈഫും ഒക്കെ ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ അനുഭവിച്ചറിഞ്ഞ ചില സംഭവങ്ങളുണ്ട്. അത് ശരിക്കും നമ്മളെ ഈ ദൈവവചനം പ്രസംഗിക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ, അത് ഭൗതിക മേഖലയിലാകട്ടെ അല്ലെങ്കിൽ ജോലി മേഖലയിലാകട്ടെ, അതിനെ അങ്ങ് കോർണർ ചെയ്ത് കല്ലെറിഞ്ഞ് കളിയാക്കി വലിച്ചു പറിക്കുന്നൊരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന്റെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ടോർച്ചറിനകത്ത് കൂടെ നമ്മളെ അങ്ങ് വറുത്ത് പൊരിച്ചങ്ങ് പോകുന്ന സമയമുണ്ട്. ആ സമയത്ത് ഈ കഷ്ടതകൾ എന്ന് പറയുമ്പോൾ നിസാരമെന്ന് അപ്പസ്വലം പറയും. പക്ഷെ അത് വെൻ ഇറ്റ് കമ്പയർ വിത്ത് ദ ഗ്ലോറി ദാറ്റ് യു ആർ ഗോയിങ് ടു റിസീവ്. പക്ഷെ ആ ടൈമിൽ നമുക്കിത് പറഞ്ഞാൽ പിടികിട്ടത്തില്ല.
ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ ഈ വചനം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പായിട്ട് ഞാൻ നിങ്ങളെ നോക്കി പറയാൻ എനിക്ക് കഴിയും. അതായത് നിങ്ങൾക്ക് മഹത്വം ദൈവം നൽകും. നിങ്ങൾക്ക് വെളിപ്പെടാനിരിക്കുന്ന ഒരു മഹത്വമുണ്ട്. ആ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. ഇന്നത്തെ കഷ്ടതകളെ ചെറുതാക്കുകയല്ല, ആ മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ നിങ്ങളെ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. കാരണം ഇന്ന് നിങ്ങൾ ഒറ്റപ്പെടുമ്പോൾ, ചില കല്ലേറുകൾക്കുള്ളിലൂടെ കടന്നു പോകുമ്പോൾ ഇതിനപ്പുറമായിട്ട് നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഇതിനപ്പുറമായിട്ട് നിങ്ങൾക്ക് പറന്നുയരുവാൻ സാധിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങൾ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അതിനുള്ളൊരു ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെ ദൈവം നൽകിയിട്ടുണ്ട്. ആ ശക്തിയാകുന്ന ആ ദൈവമാണ് നിങ്ങളെ ജനിപ്പിച്ചത്, അല്ലെ? ദൈവം ഈ ഭൂമിയിലേക്ക് നിങ്ങളെ വിട്ടപ്പോൾ ദൈവത്തിന്റെ ഒരു പാർട്ട്, ദൈവം തന്നെ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ദൈവം തന്നെ നിങ്ങളിലുണ്ട്. ദൈവത്തിന്റെ അപ്പസ്തലൻ പറയുകയാണ്, എന്റെ ഉള്ളിൽ ഈ ദൈവം ഇരിപ്പുണ്ട്. പക്ഷെ അപ്പസ്തലന് പണ്ട് ഇക്കാര്യം അറിയാൻ മേലായിരുന്നു. അപ്പസ്തലൻ ഫരിസേയനായിരുന്നു. സൗളായിരുന്ന സമയത്ത് ഫരിസേയ ചിന്താഗതിയിൽ, ഇടുങ്ങിയ ചിന്താഗതിയിൽ ദൈവത്തെക്കുറിച്ച് വിവക്ഷിച്ചുകൊണ്ടിരുന്ന വ്യക്തി ക്രിസ്തുവിനെ മനസ്സിലാക്കുകയും ക്രിസ്തുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയുകയും അങ്ങനെ ക്രിസ്തു എന്റെ കൂടെയുണ്ട്, എന്റെ ഉള്ളിലുണ്ട്, വാസ്തവത്തിൽ ശരീരം സ്വീകരിച്ച് ഈ ഭൂമിയിൽ വന്നവൻ യഥാർത്ഥത്തിൽ എന്റെ ഉള്ളിലിരുന്ന് ഇത്രയും നാളും എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്നവനാണെന്നുള്ള വലിയൊരു തിരിച്ചറിവിലേക്ക് അപ്പസ്തലൻ വളർന്നു വരുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം അപ്പസ്തലൻ പറയുകയാണ്, അവൻ എന്റെ ഉള്ളിലിരുന്നു കൊണ്ട് എന്നെ ഉണർത്തുന്നു. എന്നെ ഉണർത്തുന്ന ശക്തി കൊണ്ടാണ് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇന്ന് കഷ്ടതയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഈ സന്ദേശത്തിലൂടെ നിങ്ങളുടെ ഉള്ളിൽ ദൈവം നിങ്ങളെ ഉണർത്തുകയാണ്. ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. യേശുവേ ആരാധന. ചില കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി മാറി നിൽക്കുവാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കണമെന്ന് തോന്നുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ കളിയാക്കുകയും ഒറ്റപ്പെടുത്തുകയും നിങ്ങളെ കുടുംബത്തിനകത്ത് നിങ്ങളെ ഇങ്ങനെ വറുത്ത് പൊരിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രതികരിക്കണം തോന്നുമ്പോൾ ചിലപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയും, ഇപ്പോൾ പ്രതികരിക്കരുതേ. പ്രതികരിക്കാതിരിക്കുന്നത് പരാജയമാണെന്ന് എല്ലാവരും പറയുമ്പോൾ ഉള്ളിലിരുന്ന് ദൈവം പറയും, ഈ ഒരു കാര്യത്തിൽ നീ പ്രതികരിക്കരുത്. പ്രതികരിക്കേണ്ടതാണെങ്കിൽ ദൈവം പ്രതികരിക്കാൻ പറയും മാന്യമായിട്ട്. എന്നാൽ ചില സമയത്ത് നമ്മുടെ ഉള്ളിലെ ജഡം ഇങ്ങനെ പറയും, പ്രതികരിക്കും. അതിലേക്ക് പരിശുദ്ധാത്മാ പറയും, പ്രതികരിക്കരുത്, പുറകോട്ട് മാറി നിൽക്ക്. ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്ക്. തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തും. അപ്പം ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണയിൽ നിങ്ങൾ നിശബ്ദരായിരിക്കുന്നെങ്കിൽ ദൈവത്തിന് ഉയർത്തുവാൻ അതൊരു കാരണവുമായി തീരും. എത്രമാത്രം നിങ്ങൾ എളിമയോടെ നിൽക്കുന്നു അത്രമാത്രം നിങ്ങൾ ദൈവത്തിന് ഉയർത്തുവാൻ കാരണമായി തീരും. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ ചവിട്ടി താഴ്ത്തുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദൈവനാമത്തിൽ നിങ്ങൾ അവരോട് ക്ഷമിച്ച് എളിമയോടെ നിൽക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളെ ഇരട്ടിയായിട്ട് ഉയർത്താൻ വേണ്ടി സാധിക്കും. കാരണം ദൈവത്തിന്റെ ശക്തി നിങ്ങൾ എളിമപ്പെടുമ്പോൾ നിങ്ങൾ വർദ്ധിക്കുകയാണ്. ഇതാണ് അതിന്റെ സീക്രട്ട്. കാര്യം പിടി കിട്ടിയോ? അത് ദൈവത്തിന് വചനം നൽകുന്ന സീക്രട്ട് എന്താ? നിങ്ങൾ എളിമപ്പെടുമ്പോൾ നിങ്ങളെ ആരെങ്കിലും ചവിട്ടിത്താഴ്ത്തുകയോ ഒതുക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വാസ്തവത്തിൽ ഇപ്പൊ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും, നിങ്ങൾ ശുശ്രൂഷാ മേഖല നിൽക്കുമായിരിക്കും. ശുശ്രൂഷാ മേഖല നല്ല പൊളിറ്റിക്സ് ഉണ്ട്. ഞാനൊരു 15ാമത്തെ വയസ്സ് മുതൽ ശുശ്രൂഷാ മേഖലകളിൽ ഇൻവോൾവ് ആയ വ്യക്തിയാണ്. നല്ല പൊളിറ്റിക്സാണ്. സിനിമാക്കാരെക്കാളും പൊളിറ്റിക്കൽ മേഖലയെക്കാളും നല്ല സൂപ്പർ പൊളിറ്റിക്സും രാഷ്ട്രീയവും കളികളും വെട്ടും കുത്തും എല്ലാ പരിപാടിയുള്ളൊരു മേഖലയാണ് ക്രിസ്ത്യൻ മിനിസ്ട്രി. അതിനകത്ത് എല്ലാ പരിപാടിയും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടും പരിപാടിയും ആടിയും കൊത്തും, ഓരോരുത്തരെ ചവിട്ടി വലുതാകണം ചെറുതാകണം. പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ സഹോദരങ്ങളെ, ഇതിനകത്ത് ഈ പണി നടക്കത്തില്ല. ഇതാണ് സത്യം. കാരണം ദൈവത്തിനറിയാം ഇതിനകത്ത് ആരെങ്കിലും ഒതുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, ഒതുക്കപ്പെടുന്നവൻ തിരിച്ചറിഞ്ഞോ, നിന്നെ ഒതുക്കുന്നുണ്ടെങ്കിൽ നിന്റെ ഉള്ളിലിരിക്കുന്ന ശക്തി വർദ്ധിക്കുവാൻ കാരണമായി തീരും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ ഒതുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ, അത് വൈദികനാകട്ടെ, അൽമായ ശുശ്രൂഷകനാകട്ടെ, ഏതെങ്കിലും വിഭാഗത്തിലെ വചനപ്രഘോഷകരാകട്ടെ, ഏതെങ്കിലും വ്യക്തി ഒതുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒതുക്കപ്പെടുന്നവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ശക്തി നിഗളമായി പ്രവഹിക്കുവാൻ വേണ്ടി തുടങ്ങുകയാണ്. ആ വ്യക്തിയുടെ നിഴലടിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. ഹല്ലേലൂയ. അതാണ് അവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഒതുക്കലും പരിപാടി ഒന്നും നടക്കത്തില്ല. ആർക്കും ആരും ഒതുക്കാൻ പറ്റത്തില്ല എന്ന് എഴുതി വെച്ച് ഞാൻ പറയാം. നിങ്ങളൊരു ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങളെ ആരൊക്കെയോ കല്ലെറിയുന്നു, നിങ്ങളെ അപമാനിപ്പിക്കാൻ നോക്കുന്നു, നിങ്ങളെ ഒതുക്കുവാൻ നോക്കുന്നു. ഇത് ദൈവത്തിന്റെ കാര്യം. ഇതിനകത്ത് ആരും ഒതുക്കാൻ പറ്റത്തില്ല. ദൈവമാണ് ശക്തിയുടെ മാഗ്നിറ്റ്യൂഡിനെ വെളിപ്പെടുത്തുന്നത്. അപ്പൊ ഇന്ന് വ്യക്തമായ ഒരു കാര്യം പലരും നോക്കി പറയട്ടെ, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. നിങ്ങൾക്ക് ചിറകടിച്ച് പറന്നുയരുവാൻ സാധിക്കും. നിങ്ങളെ ഈശോ പറഞ്ഞില്ല, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ശത്രുക്കളെ സ്നേഹിക്കുവിൻ. എന്തിനാണെന്നറിയോ? പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന പല്ലിന് പകരം പല്ല്, കല്ലിന് പകരം കല്ല്. യേശു പറയാം, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പം ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ ഇതൊരു പരാജയമല്ലേ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി എന്തിനാ അവരെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്? കർത്താവ് ഉദ്ദേശിച്ചത് നിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുവാൻ ഉള്ളൊരു കാര്യമാണ്. നിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി വർദ്ധിച്ചു കഴിഞ്ഞാൽ
പിന്നെ അവിടെ നടക്കാൻ പോകുന്ന ക്രിയേറ്റീവ് മിറക്കിൾസ് ആണ്, അത്ഭുതങ്ങളാണ്, അടയാളങ്ങളാണ്, വീര്യപ്രവർത്തികളാണ്. അതുകൊണ്ടാണ് അപ്പസ്വലന്മാർ നടന്നുകൊണ്ട് വഴിയോരങ്ങളിലൂടെ അവർ നടന്നു പോകുമ്പോൾ അവരുടെ നിഴലടിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്ന നമ്മൾ അപ്പസ്വല പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അപ്പസ്വല പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നത് ഇവരുടെ നിഴലടിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാവുകയാണ്. പക്ഷെ അതിന് തൊട്ടു മുൻപ് നടക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? ഇവരെ ആക്ഷേപിക്കുന്നുണ്ട്, ഇവരെ കളിയാക്കുന്നുണ്ട്, ഇവരെ കല്ലെറിയുന്നുണ്ട്, ഇവരെ പരിഹസിക്കുന്നുണ്ട്, ഇവരെക്കുറിച്ച് അതും ഇതും പറയുന്നുണ്ട്. ഇവർക്കൊരു ഐഡന്റിറ്റി ഇല്ല എന്ന് പറയുന്നുണ്ട്. ഐഡന്റിറ്റി ഇല്ല എന്ന് പറഞ്ഞവരുടെ മുൻപിലൂടെ തന്നെ ഇതാരാ പറഞ്ഞത്? ഇവർക്കൊരു ഐഡന്റിറ്റിയും ഇല്ല എന്ന് അപ്പസ്തലന്മാരെ നോക്കി ആരാ പറഞ്ഞത്? അന്നത്തെ ലോകത്തിലെ ഏറ്റവും പ്രബലമായ ശക്തമായ മതമാണ് ജൂതമതം, ഇസ്രായേൽ. ഇവരെല്ലാം ആ ഒരു കുടുംബത്തിൽ ജനിച്ചവരാണ്. പക്ഷെ ദൈവത്തിന്റെ സത്യം ക്രിസ്തുവിനെ വെളിപ്പെടുത്തി, ക്രിസ്തു വെളിപ്പെട്ടു, ഈശോനെ തിരിച്ചറിഞ്ഞ് ഈശോയിൽ വിശ്വസിച്ച് അവർ മുൻപോട്ട് പോവുകയാണ്. ആ സമയത്ത് റോമ ഗവൺമെന്റ്, ഇന്നത്തെ അമേരിക്ക പോലെ അന്നത്തെ റോമൻ ഗവൺമെന്റ് ഇവർക്കെതിരാണ്. അന്നത്തെ ഏറ്റവും ശക്തമായ ജൂതമതം, ദ മോസ്റ്റ് പവർഫുൾ ഓർഗനൈസ്ഡ് സെമിറ്റിക് റിലീജിയൻ. അവരെ എതിർത്തിരുന്നവരെല്ലാം നിഷ്കരണം. അതാണ് നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നത്. അവരെ എതിർക്കാൻ ആർക്കും പറ്റത്തില്ല. അവരും റോമ ഗവൺമെന്റുമായിട്ട് വലിയൊരു അലയൻസ് നിൽക്കുന്ന സമയം. ആ സമയത്ത് ഈ സാധാരണക്കാരായ മുക്കുവർ, ഇവർക്കൊരു ഐഡന്റിറ്റിയും ഇല്ല, ഇവരൊന്നുമല്ല എന്ന് പറഞ്ഞ് ഇവരെ കോർണർ ചെയ്ത് നിർത്തിയിരിക്കുന്ന സമയത്താണ് ഇവരിലൂടെ ദൈവത്തിന്റെ മഹാത്ഭുതങ്ങൾ നടക്കുന്നത്. പിന്നീട് ഇവരെക്കുറിച്ച് അപ്പസ്തല പ്രവർത്തനം എഴുതിയിരിക്കുന്ന ഇങ്ങനെ, രാജാക്കന്മാരെ പറയാം, ലോകത്തെ കീഴ്മേൽ മറിച്ചവന്മാർ, അവന്മാർ ഇവിടെയും വന്നു. അപ്പസ്തലന്മാർ എവിടെയെങ്കിലും പോകുമ്പോൾ അപ്പസ്തലന്മാരെ കുറിച്ച് പറയുന്നത് എന്താ? ഇവര് ലോകത്തെ കീഴ്മേൽ മറിച്ചവന്മാരാണ്. ഈ ലോകത്തിന്റെ എല്ലാ ചിന്താഗതികളെയും കീഴ്മേൽ മറിച്ചവന്മാരാണ്. ആ അപ്പസ്തോലന്മാരിൽ പ്രവർത്തിച്ച ആത്മാവിന്റെ ശക്തിയാണ് ഇന്ന് നമ്മുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നത്. ഓരോ വിശ്വാസിയുടെ ഉള്ളിലും പ്രവർത്തിക്കുന്നത് ഈ ഒരു ആത്മാവിന്റെ ശക്തിയാണ്. ഈ ആത്മാവിന് എവിടെ വേണേലും പ്രവർത്തിക്കാൻ പറ്റും. ഇവിടെ നമ്മളൊന്ന് അവൈലബിൾ ആയിട്ട് ഇരുന്നാൽ മതി. സുവിശേഷത്തിന് ഒത്തിരി വിരോധമുള്ള സ്ഥലങ്ങളിൽ ശുശ്രൂഷിക്കാൻ പോകുന്ന സമയത്ത് പലപ്പോഴും പ്രസംഗിക്കാൻ പോലും പറ്റത്തില്ല. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങി ജനങ്ങളെ സ്പർശിക്കുന്നത് കാണുവാനിടയായി തീർന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഈശോയെ ആരാധന. അപ്പൊ സുവിശേഷത്തിന് പരിധികളിൽ ഈ ശക്തി എവിടെയും വ്യാപരിക്കും. ഒരിക്കലും ഞാൻ മലപ്പുറത്ത് ഒരു ട്രെയിനിങ്ങിന് പോയി, കുറെ വർഷങ്ങൾക്ക് മുമ്പായിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി പോവാം. അപ്പൊ ഞാനവിടെ പോയപ്പോഴത്തേക്കും എന്റെ മനസ്സിൽ, ഞാനൊരു കോട്ടയംകാരനാണ്, അപ്പൊ എന്നോട് ആൾക്കാർ പറഞ്ഞേക്കുന്നത്, എടാ മലപ്പുറത്തൊക്കെ ആൾക്കാർ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റതാണ്, മറിച്ചതാണ്, അവിടെ നിന്റെ പ്രാർത്ഥനയൊന്നും നീ ക്ലാസ്സിൽ നിന്നും പ്രാർത്ഥിച്ചൊന്നും തുടങ്ങരുതെന്നൊക്കെ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്റെ ക്ലാസ്സിൽ അന്ന് പിള്ളേരായിട്ടുള്ളത് മുഴുവൻ ഒരാൾ 2-3 ഹിന്ദുക്കളുണ്ടായിരുന്നു, ബാക്കി മുഴുവൻ മുസ്ലിംസ് മാത്രം, വേറെ ആരുമില്ല. അപ്പൊ ഞാൻ ആദ്യം ഒരു മുൻവിധിയോട് കൂടിയൊക്കെ ആയിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്റെ ഉള്ളില് പരിശുദ്ധാത്മാ പറഞ്ഞ പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പൊ എന്നും പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥന അവിടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ആദ്യത്തെ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് 2ാമത്തെ ദിവസം ക്ലാസ് കഴിഞ്ഞപ്പം ഈ പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഈശോ പെട്ടെന്ന്, ഞാനിപ്പോഴും ഓർക്കുന്നു, ഈ ചില അസുഖങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉള്ളിൽ പറയാം. അപ്പൊ ഉള്ളിൽ കർത്താവ് ഇങ്ങനെ പറയാം, ഈ വ്യക്തിക്ക് ഇന്ന അസുഖമുള്ള വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു, അങ്ങനെയുള്ളൊരു ശുശ്രൂഷ പോലെ പെട്ടെന്ന് നമ്മളൊരു കോളേജ് ക്യാമ്പസിൽ നിന്ന് ക്ലാസ് എടുക്കാൻ നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ളൊരു പ്രേരണയിൽ, ഇപ്പൊ ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലാസ് കഴിഞ്ഞപ്പോൾ ഈ പിള്ളേർ വന്നു പറഞ്ഞു, സാർ അങ്ങനെ ഈ കാര്യം മനസ്സിലായേ, ഇത് ഞങ്ങൾക്കുള്ള പ്രശ്നമാണല്ലോ, ഞങ്ങൾക്ക് ആ ഒരു സൗഖ്യം കിട്ടി എന്നൊക്കെ പറഞ്ഞ് പിന്നെ അടുത്ത ദിവസം മുതൽ ക്ലാസ് എടുക്കുന്ന സംഭവം മാറി അവിടെ റിട്രീറ്റായി 3ാമത്തെ ദിവസം മുതൽ. അപ്പൊ ഞാനോട്, ദൈവമേ, ഈ പിള്ളേരൊക്കെ ഇത്രയും നിഷ്കളങ്കരായ പിള്ളേരാണല്ലോ. ഈശോയുടെ സാന്നിധ്യം വ്യാപരിച്ചപ്പോൾ നമ്മൾ കോട്ടയത്ത് ഏതെങ്കിലും ഒരു റിട്രീറ്റ് സെന്ററിലോ പള്ളിയിലോ നമ്മൾ 10 ദിവസം പ്രസംഗിച്ചാൽ നടക്കുന്ന ഒരു മിറക്കിള് അവിടെ അപ്പം തന്നെ സംഭവം സ്റ്റാർട്ട് ചെയ്തു. അവരൊക്കെ ഇപ്പോഴും എനിക്ക് ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്. അതുപോലെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് നടക്കുവാൻ വേണ്ടി തുടങ്ങി. ഹല്ലേലൂയ. കാരണം അവരുടെ കൂടെയും ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കുകയാണ്, ദൈവത്തിന്റെ ശക്തി അവരുടെ ഉള്ളിൽ. അപ്പൊ അവർക്ക് ആ ഒരു തിരിച്ചറിവ് കിട്ടി. ആ നിഷ്കളങ്കതയെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ അത്ഭുതങ്ങൾ നടക്കുകയാണ്, അടയാളങ്ങൾ സംഭവിക്കുകയാണ്, ദൈവത്തിന്റെ പ്രവർത്തികൾ സംഭവിക്കുകയാണ്. എനിക്കറിയാം ഇത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഉൾക്കൊണ്ടാലും ഉൾക്കൊണ്ടില്ലേലും ദൈവത്തിന്റെ ദൈവ അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. ദൈവത്തിന് നമ്മളെ എല്ലാ വ്യക്തികളെയും സ്നേഹിക്കുന്നവനായ ഒരു ദൈവമാണ്. എനിക്ക് നിശംസം പറയാൻ കേട്ടോ, ആ മനുഷ്യരെ ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പോയി പിന്നെയാണെങ്കിലും ഭയങ്കര റെസ്പെക്ട്. നമ്മൾ ഈ വചനമൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൽമാരായ വ്യക്തി വചനം പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂത്ത് എന്ന് ആരും പറയാൻ പോകത്തില്ല. ഒരു വചനമൊക്കെ പറയുന്ന അൽമാരെന്ന് പറഞ്ഞ ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ ഒരു 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, അത് താഴെയൊക്കെയുള്ള പിള്ളേരൊക്കെ എന്തെങ്കിലും വചനം പറയുക കാര്യം എന്നൊക്കെ പറഞ്ഞ വഴിയെ പോകുന്ന പട്ടിക്ക് പോലും കൊടുക്കുന്ന വില തരാത്ത ചില ലൊക്കേഷനിലുള്ള
കത്തോലിക്ക ബെൽറ്റിനകത്ത് ജനിച്ചു വളർന്ന വ്യക്തികളാണ് ഞങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ യൂത്ത് ഒന്നും അങ്ങനെ വചനം പ്രസംഗിക്കുന്നു പറഞ്ഞാൽ അധികമൊന്നുമില്ല. ഒറ്റയ്ക്കും പെട്ടയ്ക്കും 1-2 ആൾക്കാരൊക്കെ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വിലയില്ല. ഒരു വഴിയെ പോകുന്ന പട്ടിക്ക് പോലും കുറച്ചും കൂടെ വില കൊടുക്കുക. അതുപോലത്തെ അവസ്ഥയാണ്. പക്ഷെ മലപ്പുറത്ത് ചെന്നപ്പോൾ ഇവർ പറഞ്ഞു മലപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ മനുഷ്യർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള മനുഷ്യര് ഭയങ്കര കാര്യമായിട്ട് ഇതിനെ റിസീവ് ചെയ്യുകയാണ്, സുവിശേഷത്തെ റിസീവ് ചെയ്യുകയാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ഇന്ന് പള്ളികളിൽ മാത്രമല്ല പല സ്ഥലങ്ങളിൽ ഈശോയെക്കുറിച്ച് പ്രഘോഷിക്കുവാൻ അതിനുശേഷം പിന്നെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഹൈന്ദവ മഠങ്ങളിൽ ദൈവത്തെക്കുറിച്ച് പറയാൻ എന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അവർ വളരെ സ്നേഹത്തോടെ യേശുവിന്റെ സ്നേഹം പ്രഘോഷിച്ചു. അവർ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. വിശ്വസിക്കാൻ കഴിയാത്ത മറക്കസുകൾ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും മീഡിയാസിലൊക്കെ കാണുന്ന ഈ ഒരു വർഗീയത ഇതൊന്നും സത്യത്തിൽ നമ്മുടെ നടുവിലില്ല കേട്ടോ. മനുഷ്യർ വളരെ സിമ്പിളായി സ്നേഹിക്കുന്ന ഒരു സമൂഹമാണ്. ഒരു 80% ആൾക്കാരും അങ്ങനെയുള്ളവരാണ്. അവിടെ ദൈവത്തിന്റെ വചനം സ്നേഹത്തോടെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുകയാണ്. ഇവിടെ നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതികൾ മാറുമ്പോൾ അവിടെ ദൈവപ്രവൃത്തികൾ അവിടെ സാധ്യമാവുകയാണ്. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തികൾ നടക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരിലും ദൈവം വസിക്കുന്നു, എല്ലാവരിലും ദൈവം പ്രവർത്തിക്കുന്നു, എല്ലാവരിലൂടെയും ദൈവത്തിന്റെ പ്രവൃത്തികൾ നടക്കും എന്നുള്ള ഈ ഒരു വിശ്വാസ സത്യമാണ്. എവിടെ ഏത് സ്ഥലത്ത് ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഐക്യമെത്തിപ്പെട്ട് പ്രാർത്ഥിക്കാം. ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കും. കർത്താവെ, ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നവർ ഭാരപ്പെടുന്ന വിഷയത്തിൽ ദൈവത്തിന്റെ അത്ഭുതം നടക്കുന്നതിന് വേണ്ടി ഇവരോടൊപ്പം ഞാനും ഐക്യമത്യപ്പെടുകയാണ്. ദൈവം വസിക്കുന്ന ദൈവത്തിന്റെ മന്ദിരങ്ങളായ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, മിറക്കിൾ സംഭവിക്കട്ടെ, അടഞ്ഞ വാതിലുകളെ തുറക്കപ്പെടുന്നതിനായി നന്ദി പറയും. ഇൻ ജീസസ് നെയിം വി പ്രേ, ആമേൻ. അപ്പം നമ്മൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ഐക്യമത്യപ്പെടുമ്പോൾ ദൈവം വസിക്കുന്ന 2 പേര്, ഈശോ പറഞ്ഞു നിങ്ങൾ 2 പേര് ഐക്യമത്യപ്പെട്ട് എന്ത് കാര്യം പിതാവിനോട് ചോദിച്ചാലും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് അത് നൽകും. 2 പേര് ഐക്യമത്യപ്പെടുക എന്ന് പറഞ്ഞാൽ എവിടെയോ ഇരിക്കുന്ന ദൈവത്തിൽ ഐക്യപ്പെടുകയല്ല, ഉള്ളിൽ ഇരിക്കുന്ന ദൈവത്തിൽ ഐക്യപ്പെടുകയാണ്. 2 പേര്, ഇപ്പൊ 2-3 പേര് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിക്കാൻ നിങ്ങളുടെ നടുവിൽ ഞാനുണ്ട്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ഞാനായിരിക്കുന്നത്. കൊളോസസ് 1:27 മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പൊ നിന്റെ ഉള്ളിൽ എന്റെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ എല്ലാം ഈശോ ഇരിക്കുക. നമ്മൾ ഐക്യമത്യപ്പെടുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ നടുവിൽ കടന്നു വരികയാണ്. ഇപ്പൊ ഒരു ചോദ്യം വരും, പള്ളിയിൽ പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. ഈ ഒരു സ്ക്രിപ്ചറിനെ ചിലപ്പോൾ ചിലർ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോകും. പള്ളി പോകണ്ടല്ലോ എന്നൊക്കെ ചിലർ ചിന്തിക്കും. പള്ളി പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അവിടെ ക്രിസ്തുവിന്റെ ഭൗതിക ഈശോയുടെ ശരീരം, ഈശോ ഈ ഭൂമിയിൽ വചനം മാംസമായി ഭൂമിയിൽ കടന്നു വന്നു അല്ലെ? ആ വചനം മാംസമായി ഭൂമിയിൽ കടന്നു വന്നുകൊണ്ട് അവിടുന്ന് ക്രൂശിൽ നമ്മൾക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ച് സ്വന്തം ഭൗതിക ശരീരത്തിൽ നമ്മളെ അനുരഞ്ജിപ്പിച്ചുകൊണ്ടാണ് പിതാവുമായിട്ട് റെക്കൺസിൽ ചെയ്തിരിക്കുന്നത്. ആ തിരുശരീരം, യേശുവിന്റെ ദിവ്യമായ ശരീരം, നിന്റെ ഏറ്റവും വലിയ അവകാശം, നിന്റെ അനുഗ്രഹത്തിന്റെ ഏറ്റവും വലിയ ഉറവിടം, നീ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ആരാധിക്കുകയും ചെയ്യുന്ന നിമിഷമാണ്. അവിടെയും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഉടനീളം നിനക്ക് വേണ്ടി കുരിശുബലിയിലൂടെ നേടിയെടുത്ത വിജയത്തിന്റെ ശക്തി വ്യാപരിക്കുക. അതാണ് പള്ളിയിൽ പോകുമ്പോൾ സംഭവിക്കുന്നത്. ആ വിജയത്തിന്റെ അഭിഷേകം നിന്നിൽ നിറയപ്പെടുകയാണ്. ഹല്ലേലൂയ. ആ വിജയത്തിന്റെ അഭിഷേകം നിനക്ക് ആവശ്യമാണ്. ആ വിജയത്തിന്റെ അഭിഷേകം നിന്റെ ഉള്ളിലെ ദൈവസാന്നിധ്യത്തെ ഉണർത്തുന്നതിന് ആവശ്യമാണ്. ഇതെല്ലാം ആത്മാവിന്റെ ഭക്ഷണമാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, നിന്റെ ആത്മാവിന്റെ ഭക്ഷണം, നിന്റെ ആത്മാവിനത് വേണം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നിന്റെ സോളിനത് വേണം. ഇല്ല, വേണ്ടെന്ന് പലരും പറഞ്ഞാൽ അത് വേണം. ആ അമ്മയുടെ സാന്നിധ്യം ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. യേശുവിന്റെ കുരിശുബലിയുടെ അഭിഷേകം നിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിന്റെ ആത്മാവിന് വേണം. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, നിന്നെ സ്നേഹിക്കുന്ന ഒരു സ്വർഗീയ പിതാവുണ്ട്. ആ പിതാവിന്റെ സ്നേഹം, അക്സെപ്റ്റൻസ് നിന്റെ ആത്മാവിന് വേണം. ഇതെല്ലാം നിന്റെ ആത്മാവിനെ ഉണർത്തുകയാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇറ്റ് ഈസ് ഇൻവോക്ക്, ഇത് നിങ്ങളുടെ സ്പിരിറ്റിനെ എംപവർ ചെയ്യുകയാണ്, എൻലൈറ്റൻ ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തു ശക്തി പ്രാപിക്കുകയാണ്. നിന്റെ ഉള്ളിലിരിക്കുന്ന ക്രിസ്തു ശക്തി പ്രാപിക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ഐശ്വര്യമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ, ഞാൻ ഒത്തിരി തവണ എടുത്തൊരു വചനം ജസ്റ്റ് വായിക്കുന്നുണ്ടെന്നുള്ളേ ഉള്ളൂ, 3 യോഹന്നാൻ 1-ാം 2 വാത്സല്യ ഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. 3 യോഹന്നാൻ 1-ാം 3 യോഹന്നാൻ 1-ാം ഞാൻ ഈ പറയുന്ന വചനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇറ്റ് ടുക്ക് മീ 20 years, 10-20 വർഷം കൊണ്ട് ഈശോനെ മനസ്സിലാക്കി തന്ന കാര്യമാണ്. അതുകൊണ്ട് ജസ്റ്റ് ഇതൊരു എന്താ പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പം കേട്ടിട്ടാകാം ഒരു മെസ്സേജ് കേൾക്കുന്ന പോലെ, പക്ഷെ ഇതിനകത്ത് കണ്ടന്റ് പിടികിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്.
നിങ്ങൾ ഈ മെസ്സേജ് കേട്ടിട്ട് എന്റെ പുറകെ വരാൻ ഞാൻ ആരോടും പറയുന്നില്ല, എനിക്ക് മെസ്സേജ് അയക്കാനും പറയുന്നില്ല. ഇവിടെ സ്വോത്രക്കാഴ്ച പരിപാടികളോ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് എവിടെ വേണം പോയി സ്വോത്രക്കാഴ്ച ഇടാം, ഡസന്റ് മാറ്റർ. ഇതൊന്നുമല്ല, ഇത് വേറൊരു സംഭവം ഇതിനകത്തുണ്ട്. ഇത് എല്ലാ വ്യക്തികളും ഒന്ന് മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ദൈവം എൻ്റെ ഉള്ളിൽ ഈ ഒരു സംഭവത്തെ ഒന്ന് ഉണർത്തി തരികയാണ്. ഇപ്പൊ നമ്മളൊരു ധ്യാന ഗുരുവിനെ കാണാൻ പോകുന്നു, ഒരു സുവിശേഷകനെ കാണാൻ പോകുന്നു, വചനപ്രഘോഷകനെ കാണാൻ പോകുന്നു. ആ വ്യക്തിയിൽ ഈശോ വസിക്കുന്നുണ്ട്. ആ വ്യക്തിയിലുള്ള ഈശോയുടെ ആത്മാവിന്റെ ശക്തി വചനത്തിലൂടെ ശക്തിപ്പെട്ടു നിൽക്കുകയാണ്. എന്നാൽ അതേ ഈശോ നിന്റെ ഉള്ളിലും വസിക്കുന്നുണ്ട്. നിന്റെ ഉള്ളിലും ഒരു ശക്തിയുണ്ട്. നിന്റെ ഉള്ളിലും ദൈവത്തിന്റെ പവർ ഇരിപ്പുണ്ട്. നിനക്കും പറന്നുയരുവാൻ സാധിക്കും. നിനക്കും കർത്താവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ സാധിക്കും. നീ പ്രാർത്ഥിക്കുമ്പോൾ അടയാളങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. വീണ്ടും ഈ ഒരു അടയാളങ്ങൾ സംഭവിക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒന്നാമതായിട്ട് ഹാവിങ് എ ക്രൈസ്റ്റ് കോൺഷ്യസ്നസ്. രണ്ടാമതായിട്ട് ക്രിസ്തുവിന്റെ ആത്മാവിന് വിധേയപ്പെടുക. മൂന്നാമതായിട്ട് ഈ ഒരു വചനത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ പുറപ്പെടും. നമ്മൾ ആത്മാവിന്റെ ഫലങ്ങൾ ശ്രമഫലമായിട്ടല്ല ഉണ്ടാകുന്നത്, അത് ഫലമാണ്. ആത്മാവിന്റെ വർക്ക്സ് അല്ല, ഫലമാണ്. അല്ലെ? ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്ന അതങ്ങനെയല്ല. ആത്മാവിന്റെ ഫലങ്ങൾ എന്നുള്ളത് ആത്മാവിന്റെ വർക്ക് എന്നല്ല പറയുന്നത്, ആത്മാവിന്റെ ഫലങ്ങൾ. പരിശുദ്ധാത്മാവിൽ നമ്മൾ അധിവസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നമ്മൾ അബൈഡാകുമ്പോൾ നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന ഫലങ്ങളാണത്. ഫലങ്ങൾ എന്ന് പറഞ്ഞേ, ഫലങ്ങൾ, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ. അപ്പോൾ ഈ ഫലങ്ങൾ, ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാ? സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. അപ്പൊ ഈ ഒരു ആത്മാവിന്റെ ശക്തിയും അഭിഷേകവും നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ ക്രൂശിൽ സകലതും പൂർത്തീകരിച്ചത്, പരിശുദ്ധ കുർബാനയായി തീർന്നത്. അപ്പം ഈ പഴയ നിയമം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, ഫരിസേന്മാരുടെ പ്രത്യേകത, ഇവന്മാര് ഫരിസേരും സദുക്യരും നിങ്ങൾ ഒരു കാര്യം ചെയ്യരുത്, അത് ചെയ്യരുത്, ഇത് പ്രവർത്തിക്കണം, ഇത് ചെയ്യണം, അത് ചെയ്യരുതെന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവര് നേരെ പോയി അതിനകത്ത് പോയി വീഴും. എന്നിട്ട് ഇപ്പം നമ്മുടെ മഗ്ദല മറിയത്തെ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടു, അല്ലെ? പക്ഷെ ആ ഒരു ഭാഗം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, വ്യഭിചാരത്തിൽ, എന്തായാലും വ്യഭിചാരം തന്നെയല്ലല്ലോ ചെയ്യുന്നത്, രണ്ടുപേരില്ലേ അവിടെ. പക്ഷെ വ്യഭിചാരം ചെയ്ത ആ ഒരു പുരുഷനായ വ്യക്തിയുടെ പിക്ചർ അവിടെ ഇല്ല. വ്യഭിചാരത്തിൽ ഷി വാസ് കോട്ട് അറ്റ് ദി ആക്ട് ഓഫ് അഡൾട്ടറി എന്ന് പറഞ്ഞ് ഫരിസേരും സദുക്കരും നിയമജ്ഞരും കൂടെ ഈ സഹോദരിയെ പിടിച്ചുകൊണ്ട് വരികയാണ് യേശുവിന്റെ അരികിലേക്ക്. സ്വാഭാവികമായിട്ട് ഞാൻ ചിലപ്പോൾ ഒരു ഫരിസേയനായിരിക്കും അതിന് പിന്നിലുള്ളായിരുന്ന പുരുഷൻ. കാരണം പുരുഷന് മേധാവിത്വമുള്ള ഒരു സിസ്റ്റമാണ് പുരുഷന്. ഞാൻ ഒരിക്കലും അമ്നസ്റ്റിക്ക് വേണ്ടി വർക്ക് ചെയ്ത സമയത്ത് നമ്മൾ മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്കും ഇപ്പോഴും അങ്ങനെയുള്ള ചിന്താഗതികളുള്ള രാജ്യങ്ങളുണ്ട്. പുരുഷന് വേറൊരു നിയമം, സ്ത്രീക്ക് വേറൊരു നിയമം. സ്ത്രീക്ക് ആത്മാവ് പോലും ഇല്ല എന്ന് ചിന്തിക്കുന്ന ചില രാജ്യങ്ങളിൽ, ഒരു 2010 അന്ന് പോയ സമയത്ത് ഞങ്ങൾ 2 വീക്സിന്റെ ഒക്കെ ഒരു പ്രോഗ്രാംസ് ഉണ്ട്. ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു ഗ്രൂപ്പായിട്ട് ഞങ്ങൾ പോയിട്ട് മിഡിൽ ഈസ്റ്റിലൊക്കെ പോയി, ഒരു ഇറാൻ, ഇറാഖ് ഭാഗങ്ങളൊക്കെ പോയി. പക്ഷെ അവിടെയൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഗ്രാമപ്രദേശങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കല്ലെറിഞ്ഞ മനുഷ്യരെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ കല്ലെറിഞ്ഞ് കൊല്ലുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതുപോലത്തെ കാര്യം. അപ്പം ഇവിടെ മഗ്ദല മറിയത്തെ പിടിച്ചുകൊണ്ട് വന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, മോശയുടെ നിയമത്തിൽ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞ് കൊല്ലണം? പക്ഷെ മൈ ക്വസ്റ്റ്യൻ, വേർ ഇസ് ദ ഡ്യൂഡ്, വേർ ഇസ് ദാറ്റ് മാൻ? ഈ പറഞ്ഞ ആളെവിടെയാ? ഈ ഒരു സഹോദരിയെ മാത്രം കല്ലെറിഞ്ഞ് കൊല്ലുന്ന കാര്യം പറഞ്ഞു, ഒരു സഹോദരനും കൂടെ ഉണ്ടല്ലോ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സഹോദരിയെ മാത്രം കൊണ്ടുവന്നേക്ക്. അപ്പം ഇത് ചെയ്യരുത്, പിടിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യണമെന്ന് പറയുന്ന ആള് തന്നെയാണ് ഇതിനകത്ത് പോയി വീഴുന്നത്. ഇതാണ് പഴയ നിയമത്തിൽ മുഴുവൻ കാണുന്നത്. അപ്പൊ പഴയ നിയമത്തില് ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ വന്ന് അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്ന് പറയുന്ന ഇവന്മാര് തന്നെ അതിനകത്ത് പോയി വീഴും. എന്നിട്ട് വേറൊരു സമൂഹമുണ്ട്, രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടുന്ന കുറെ മനുഷ്യർ. അവർക്കാണെങ്കിൽ ചക്രഹാസം വലിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ഇത് കണ്ടിട്ട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് രണ്ട് എക്സ്ട്രീമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇതിന്റെ നടുവിലോട്ടാണ് ഈശോ വന്നിട്ട്, മക്കളെ ഇതൊന്നുമല്ല സത്യം, ദൈവം എന്നുള്ളത് സ്നേഹമാകുന്നു, ആ ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഈശോ ശിഷ്യന്മാരെ, മുക്കുവരായ സാധാരണക്കാരായ കുറച്ച് പേരെ വിളിച്ചു ശിഷ്യന്മാരാക്കി. കർത്താവ് വലിയ പണ്ഡിതന്മാരായ PhD സ്കോളേഴ്സ് ഉള്ള പഴയ നിയമം അരച്ചു കലക്കി കുടിച്ച് ഒറ്റൊരുത്തനെ പോലും തെരഞ്ഞെടുത്തില്ല. 12 സാധാരണക്കാരെ തെരഞ്ഞെടുത്തിട്ട് അവരെ നോക്കി പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ വെളിച്ചം ഇരിക്കുന്നു. മത്തായി 5:14. അപ്പൊ അവർ ഞെട്ടിപ്പോയി, ഞങ്ങളുടെ ഉള്ളിലോ?
ഇന്നേ വരെ ഒരു മനുഷ്യനും ഞങ്ങളുടെ ഉള്ളിൽ ഒരു മിന്നാമിനിങ്ങിന്റെ വെട്ടം പോലും ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ വെളിച്ചം ഇരിപ്പുണ്ട്. കർത്താവ് എന്നാ ചെയ്യാൻ നോക്കുന്നേ? കർത്താവ് പറയാം, എടാ മക്കളെ, നിങ്ങളുടെ ഉള്ളിലാണ് ശക്തി ഇരിക്കുന്നത്. ഞാൻ നിങ്ങളെ ഡിസൈൻ ചെയ്തപ്പോൾ, ക്രിയേറ്റ് ചെയ്തപ്പോൾ, ഞാൻ വന്ന് വസിക്കുന്ന ഒരു സ്പേസ്, ഞാൻ തന്നെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യന്റെ ഉള്ളിലും ദൈവം വസിക്കുന്നു. അപ്പൊ ദൈവം ഭൂമി വന്നിട്ട് മനുഷ്യരോട് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ആ വെളിച്ചമുണ്ട്. ഹല്ലേലൂയ. ആരെങ്കിലും തിരികെത്തിച്ചിട്ട് കടക്കടിയിൽ ബെഡിനടിയിൽ കൊണ്ടേ വെക്കുവോ? മലമുകളിൽ ഇരിക്കുന്ന നഗരം എങ്ങനെ കാണാം? എല്ലാവർക്കും കാണാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരനുണ്ട്, ദൈവമുണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഗോഡ് ലവ്സ് യു സോ മച്ച്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ലെറ്റ് യുവർ ലൈറ്റ് സോ ഷൈൻ ബിഫോർ മാൻ. ഇതായിരുന്നു ഈശോയുടെ ആഗ്രഹം. നിങ്ങളുടെ വെളിച്ചത്തെ അത് ഷൈനാകണം. നിങ്ങളുടെ വെളിച്ചം ഷൈനാകണം. അങ്ങനെ നിങ്ങളുടെ സൽപ്രവർത്തികളിലൂടെ പിതാവാം ദൈവത്തെ എല്ലാവരും, ആ വെളിച്ചത്തിന്റെ പിതാവിനെ എല്ലാവരും അറിയണം, മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ എഫെസോസ് ലേഖനം എഴുതുന്ന അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഇതിനെയൊക്കെ യേശുവിന്റെ വിശ്വാസത്തെയും കാഴ്ചപ്പാടിനെയും നഖശിഖാന്തം എതിർത്തിരുന്ന സാവൂളെന്ന കഠിനഹൃദയനായ ഫരിസയൻ പഴയ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് മനുഷ്യരെ അതിൽ വേർതിരിവുകൾ നടത്തിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ വളരെയധികം റിലീജിയോസിറ്റി ഉണ്ടായിരുന്ന സാവൂൾ എന്ന വ്യക്തി ഈശോനെ അറിഞ്ഞ് മാനസാന്തരപ്പെട്ടതിന് ശേഷം പൗലോസ് പറയുകയാണ്, നമ്മൾ സൽപ്രവർത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് പറയും, ഞാൻ സൽപ്രവർത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ആ ഒരു വാക്യങ്ങൾ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എഫെസോസ് ലേഖനത്തിന്റെ രണ്ടാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യം. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവർത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. നാം ദൈവത്തിന്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ദൈവം ചെയ്യുവാൻ വേണ്ടി ഒരുക്കിയ ചില സൽപ്രവർത്തികളുണ്ട് നിങ്ങളിലൂടെ. ആ സൽപ്രവൃത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. അപ്പൊ ഇന്ന് ദൈവം ഉള്ളിൽ വസിക്കുന്നുണ്ടെന്ന് തിരിച്ചറിവ് കിട്ടിയ ഒരു വ്യക്തിക്ക് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, നിങ്ങൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ഒരു സൽപ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാണ്. നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. നിങ്ങളെ ഒരു സൽപ്രവൃത്തിക്കായി ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിശ്വാസം മൂലം കൃപയാലാണ് നിങ്ങൾ രക്ഷ പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ യഹൂദന്മാരുടെ ആ ഒരു ഐഡിയോളജിയിൽ നിന്ന് ഈ ഒരു തിരിച്ചറിവിലേക്ക് വരിക എന്നുള്ളതാണ്. വിശ്വാസം മൂലം ദൈവത്തിന്റെ കൃപയാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കുന്നു. ദൈവം നിങ്ങളിൽ നിന്ന് ദൂരെയല്ല, വിദൂരമല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെ നിങ്ങളുടെ കൂടെയുണ്ട്. ആ ദൈവത്തിന് ആത്മാവിന് വിധേയപ്പെട്ടുകൊണ്ട്, ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട്, ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ഫലങ്ങളിൽ നിങ്ങൾ നിറയപ്പെടുമ്പോൾ നിങ്ങൾ സൽപ്രവൃത്തിക്കായി സൃഷ്ടിക്കപ്പെട്ടവർ, അതിനുവേണ്ടി നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടവരായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും നിങ്ങൾക്ക് ഈ മെസ്സേജ് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും തുടക്കം മുതൽ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. നല്ല ഈശോയെ, ഇന്ന ദിവസം പങ്കുവെച്ച ഈ ഒരു സന്ദേശം, അവിടുത്തെ പ്രചോദനത്തിൽ പങ്കുവെച്ച ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അങ്ങിൽ ആശ്രയിക്കുമ്പോൾ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുവാനുള്ള വലിയൊരു കൃപ അവരിൽ അവരൊന്ന് പകരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ആത്മാവിന്റെ ശക്തി കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ഇന്ന് ഓരോ മക്കളുടെയും ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുമാറാകട്ടെ. അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് പറന്നുയരുവാനുള്ള വലിയൊരു അഭിഷേകം അവരിൽ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കുരിശുബലിയുടെ അനന്ത യോഗ്യതയാൽ, അമ്മ മാതാവിന്റെ സഹനത്തിന്റെ യോഗ്യതയാൽ ഇന്ന് ഇവരുടെ ആത്മാവിൽ ദൈവശക്തി ഒരു കൊടുങ്കാറ്റ് പോലെ വെളിപ്പെടട്ടെ. ഇവർക്ക് പറന്നുയരുവാൻ കർത്താവെ ഈ വചനങ്ങൾ അവരൊക്കെ ശക്തിയായി തീരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുസഭയിൽ അർപ്പിക്കപ്പെട്ട എല്ലാ ദിവ്യബലികളോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അതിന്റെ അഭിഷേകം ഇവരുടെ ചുറ്റും വെളിപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വലിയ സൗഖ്യങ്ങൾ നടക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, വഴികൾ തുറക്കപ്പെടട്ടെ, ഈശോയുടെ നാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. അനുഗ്രഹിക്കുന്നു ഈശോയുടെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഇന്ന് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തവരെ നിങ്ങൾ തുടക്കം മുതൽ ഈ ഒരു മെസ്സേജ് ഒന്ന് കേൾക്കണം. ഒരുപാട് ഇൻസൈറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറും. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ ഇടയായിത്തീരും. ആരുമായിട്ട് കമ്പയർ ചെയ്യരുത്. എവരിവൺ ഹാസ് എ ഡിഫറെന്റ് പാത്ത്. ഡു നോട്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് എനിവൺ. ഇന്ന് കേട്ട ഈ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയുള്ള മെസ്സേജാണ്. ഈ മെസ്സേജ് നിങ്ങൾ വേറൊരാളോട് പങ്കുവെക്കുകയൊക്കെ ചെയ്യുമ്പോൾ യു ആർ ലെറ്റിംഗ് ദാറ്റ് പേഴ്സൺ ടു കം ടു ദിസ് റിയാലിറ്റി. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ, കൊന്ത ചെല്ലുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഈ ഒരു തിരിച്ചറിവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിന്റെ ശക്തി നിങ്ങളെ ഉണർത്തുന്നതും നിങ്ങളുടെ ലൈഫിൽ ഇന്റർവെൻഷൻ ചെയ്യുന്നതും നിങ്ങൾക്ക് കാണുവാനിടയായിത്തീരും. ഹാവ് എ ബ്ലസ്സഡ് ഈവനിങ്. താങ്ക് യു സോ മച്ച്.